നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും എഴുതിർത്തുകയും അനുഗ്രഹിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിന് നാമത്തിന് മാത്രമുണ്ടാകട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടത്, അനുഗ്രഹകരവും വിജയകരമായ അമ്പത് നോമ്പിൻ്റെ 3-ാം ഞായറാഴ്ച നമ്മളിലെത്തിയിരിക്കുന്നു. ഈ 3-ാം ഞായറാഴ്ചയ്ക്ക് പിതാക്കന്മാർ പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട്. രോഗികളുടെ ഞായറാഴ്ച എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാത്തരം രോഗികളെയും ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗശാന്തി ശുശ്രൂഷ നടത്തുവാൻ ഇന്നത്തെ ആരാധനയും കൂട്ടായ്മയും ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി നിങ്ങളെല്ലാവരെയും കൂട്ടുവേലക്കാരായി കർത്താവ് നിയോഗിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സർഗീസ് അച്ഛനെയും കൂട്ടുവേലയ്ക്കായി അഭിഷക്തനെ ഇവിടെ കൊണ്ടുവന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഇപ്പോൾ ഇങ്ങോട്ട് വരും, കുർബാന തക്സായിട്ടെടുക്കും. രോഗികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന കുർബാന തക്സായിട്ടുണ്ട്, അവിടെ അടയാളം വെച്ചിട്ടുണ്ട്. തിയോഗോ ശുശ്രൂഷയിൽ, ഒരുക്ക ശുശ്രൂഷയിൽ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ചൊല്ലും. സാധാരണ ഈ പ്രാർത്ഥന രഹസ്യമായിട്ടാണ് ചൊല്ലുന്നത്. ഇന്നിപ്പോൾ ഇത് രോഗികളുടെ ദിവസമായതുകൊണ്ട് രഹസ്യമായി പുരോഹിതന്മാരും മഹാപുരോഹിതരും ചൊല്ലുന്ന ഈ പ്രാർത്ഥന പരസ്യമായി നിങ്ങളുടെ അനുഭവമാകണം. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ രോഗശാന്തി ശുശ്രൂഷ ഇപ്പോൾ അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എങ്ങനെയാണ് ഒരു ആരാധനയിൽ പുരോഹിതന്മാർ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തിരുവചന പ്രകാരമുള്ള പ്രാർത്ഥനയാണത്. പരിശുദ്ധാത്മാവിൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. ഇപ്പോൾ നിങ്ങളൊന്ന് കേൾക്കും, ശ്രദ്ധിച്ച് ഓരോ വാക്ക് നിങ്ങളോട് പറയുക. അതിനെല്ലാം കുറേ തിരുവചനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പേരെടുത്തുന്നിരിക്കുന്ന രോഗികളെ മാത്രമല്ല, ഇവിടെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടത്തേക്ക് മറ്റുള്ളവർ പറഞ്ഞയച്ചപ്പെട്ട് വന്നവരുണ്ട്, പുതുതായി വന്നവരുണ്ട്, ആവർത്തിച്ച് വരുന്നവരുണ്ട്. അവരെല്ലാവരെയും ഓർക്കുന്നു. ഇവിടെയുള്ളവരെ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകലർക്ക് വേണ്ടിയാണ് യേശു ജനിക്കുകയും മരിക്കുകയും ഉയർത്തുകയും സ്വർഗ്ഗാരോഹണം ചെയ്തത്. ബേത്ലഹേമിൽ മുഴങ്ങിക്കേട്ട ശബ്ദം അതാണ്. ഇവൻ സകലർക്ക് വേണ്ടിയാണ് വന്നത്, അല്ല ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, സകല ജാതി മതസ്ഥർക്ക് വേണ്ടിയും തന്ന രക്ഷകനാണ്. ആ രക്ഷകന് പാപം മോചിക്കുവാനും നമ്മളെ ഉയർപ്പിക്കുവാനും നമ്മളെ മൗക്തീകരിക്കുവാനും സൗഖ്യമാക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. ആ യേശുവിൻ്റെ അനുഗ്രഹം ഓരോ ഞായറാഴ്ചയും ഓരോ ആരാധനയിലും അനേകർക്ക് വിതരണം ചെയ്ത് സമൃദ്ധിയായ ജീവനുള്ളവരായി നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാകാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് രോഗികളുടെ ഞായറാഴ്ച രഹസ്യമായി ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്, നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലി തരാൻ പോവുക. നമുക്കത് കേൾക്കാം. ദൈവമേ നീ കുർബാനയാകുന്നു. എല്ലാവർക്കും ചെയ്യുന്നു. ദൈവമേ നീ കുർബാനയാകുന്നു. അങ്ങേക്ക് ഞങ്ങൾ കുർബാന അണയ്ക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ കുർബാന അണയ്ക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസർക്ക് വേണ്ടി പാപമയമായ എന്റെ ബലഹീന കൈകളിൽ നിന്ന് ഈ കുർബാനയെ അവിടുന്ന് കൈക്കൊള്ളണമേ. അവിടുത്തെ മാതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും രോഗികളിൽ കരുണ ചെയ്ത് അവർക്ക് ആത്മശരീര സ്വസ്ഥതയും രോഗശാന്തിയും നൽകുമാറാകണമേ. ആമേൻ. ഇതിന്റെ പുറകിലെ വേദവാക്യങ്ങളോട് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥന ശ്രദ്ധിച്ചോ? രോഗശാന്തി വരുന്ന വഴി. നമുക്കിപ്പോൾ ശരീരത്തിൽ അസുഖം വരുമ്പോൾ വിവരം അറിയാറുള്ളൂ. പക്ഷെ അസുഖം ആത്മാവിലാണ് ആരംഭിക്കുന്നത്. അത് ദേഹിയിലും ഹൃദയത്തിലൊക്കെ വരും. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ അറിയണമെന്നില്ല, പല കഴിഞ്ഞാൽ അത് അറിയുള്ളൂ. അതുകൊണ്ട് രോഗം ആരംഭിച്ച വഴിയിലൂടെ തന്നെ രോഗസൗഖ്യം നമുക്ക് വേണം. അതുകൊണ്ട് പിതാക്കന്മാർ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിലെ അസുഖം മാറണമെന്നല്ല ആദ്യം പ്രാർത്ഥിക്കുന്നത്. ശരീരത്തിന് അസുഖം വരുത്തിയതായ ആത്മരോഗവും ദേഹിയുടെ രോഗവും മാറിയിട്ട് സൗഖ്യമാക്കുന്ന ശക്തി ശരീരത്തിൽ എത്തിച്ചേരണമെന്നാണ്. നമുക്ക് പലപ്പോഴും രോഗശാന്തി കിട്ടാത്തതിൻ്റെ കാര്യം നമ്മൾ ശരീരത്തിന് മാത്രമേ ചികിത്സ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ചികിത്സ എവിടെ തുടങ്ങണം? ആത്മാവിൽ തുടങ്ങണം. ആത്മാവിൽ തുടങ്ങുന്ന ദേഹിയിലൂടെയാണ് ശരീരത്തിൽ എത്തുന്നത്. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ഒത്തിരി മുറിവുകളും ചതവുകളും തകർച്ചകളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ എത്തുകയില്ല. സദൃശവാക്യം 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. അപ്പോൾ സന്തുഷ്ട ഹൃദയമാകുന്ന ഔഷധത്തെ ദൈവം ആദ്യം ഉണ്ടാക്കിയിട്ട് രോഗശാന്തി ശുശ്രൂഷിക്കുകയുള്ളൂ. അപ്പോൾ അസന്തുഷ്ട ഹൃദയമാണ് രോഗത്തിന് കാരണം. അസന്തുഷ്ട ഹൃദയം നമ്മുടെ അസ്ഥികളെ പോലും
ക്ഷയിപ്പിച്ച് കളയുമെന്നാണ് പറയുന്നത്. സദൃശവാക്യം 17:22 വായിക്കാവോ? സദൃശവാക്യം 17:22. വേദപുസ്തകമുള്ള എല്ലാം എടുക്കാൻ തേണ്ട. വേദപുസ്തകം ഇനി ഇരിപ്പുണ്ട്. പുസ്തകമില്ലാത്തവർ നോക്കി തന്നെ ഇങ്ങോട്ട് വന്നാൽ പുസ്തകം ഒന്ന് എടുത്ത് നോക്കിയാട്ടെ. സദൃശവാക്യങ്ങൾ രണ്ട് ഈ മേശപ്പുറത്ത് നിന്ന് എല്ലാവരും എടുത്തോട്ടെ. ബൈബിൾ നോക്കിയിരിക്കുന്നു. അതിനെ എടുക്കാത്തതിന് അതിന് സങ്കടമാണ്. വചനം വാങ്ങുന്ന പുസ്തകം ഇല്ലാത്തവരൊന്ന് എടുത്തിട്ട് അതൊന്ന് നോക്കിയാട്ട്. സദൃശവാക്യം 17 അധ്യായം. സദൃശവാക്യം 17 അധ്യായത്തിൻ്റെ 22 വാക്യം നമ്മൾ വായിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കും. അപ്പോൾ നമ്മൾ തകർന്ന് നിരാശപ്പെട്ട മനസ്സ്, 2 തരം തകർച്ചയുണ്ട് മനസ്സിന്. നിരാശയോടുകൂടിയുള്ള തകർച്ച അസ്ഥിയെ ഉണക്കും. പ്രത്യാശയോടും അനുതാപത്തോടുള്ള തകർച്ച ദൈവസാന്നിധ്യം വരുത്തുകയും ചെയ്യും. 2 തരം തകർച്ച. തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. പക്ഷെ ആ തകർച്ച നിരാശയുടെയും അവിശ്വാസത്തിന്റെയും തകർച്ചയാകാൻ പാടില്ല. പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും തകർച്ചയാണെങ്കിൽ അതിലേവിടെ ദൈവം വരും. ഇതിലേ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, കർത്താവേ, ഞാൻ നിരാശപ്പെട്ട് തകർന്നിരിക്കുകയാണ്. നിരാശപ്പെട്ട് അവിശ്വാസത്താൽ തകർന്നിരിക്കുന്ന എൻ്റെ മനസ്സ് അസ്ഥിയെ പോലും തകർത്തിരിക്കുകയാണ്. അസ്ഥിയിലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. നമ്മുടെ അസ്ഥിക്കകത്തെ മജ്ജയിലാണ് നമ്മുടെ ആരോഗ്യമോ നമ്മുടെ അഭിഷേകമോ നമ്മുടെ ശക്തിയൊക്കെ മറിഞ്ഞിരിക്കുന്നത്. പിശാച് പ്രവർത്തിക്കുന്ന അവിടെയാണ്. ശാപം വന്നാലും അസ്ഥി വരെ കയറിപ്പോകും. പക്ഷെ അസ്ഥി വരെ കയറിക്കുന്ന ശാപം മാറിയെങ്കിലേ അനുഗ്രഹം വരികയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പിതാക്കന്മാർക്ക് ഈ വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. പിതാക്കന്മാർക്ക് ആ വെളിപ്പാട് ലഭിച്ചപ്പോൾ കുർബാന തക്സായിൽ പിതാക്കന്മാർ രോഗശാന്തിക്ക് വേണ്ടി വിശുദ്ധ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിന്റെ അസുഖം മാറ്റണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആദ്യം പാപം പരിഹരിക്കണം, പിന്നെ അവരുടെ ആത്മശരീര മനസ്സുകൾക്ക് സ്വസ്ഥത. ആത്മശരീര മനസ്സുകൾ, ഇതിന് ഈ ഓർഡറിലേ സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും നിങ്ങൾ ഓർമ്മിച്ചിരിക്കുന്നു. നമ്മൾ ഓർഡർ തെറ്റിച്ച് ചികിത്സ ചെയ്യുന്നതുകൊണ്ടാണ് അസുഖം മാറാതെ കിടക്കുന്നത്. ഏതായാലും അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ആശുപത്രിക്കാരും ഡോക്ടർമാരും നേഴ്സുമാരും ജീവിക്കുന്നത് കൊണ്ടുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന പറയും, പിന്നെ അവർക്ക് ജോലിയില്ലാതായി പോകും. മനസ്സിലായോ? അതുകൊണ്ട് പയ്യ അസുഖം മാറുകയല്ലേ നല്ലത്, മതി. അല്ലെങ്കിൽ അവർ കഴിഞ്ഞു പോകും. എത്രയോ ലക്ഷക്കണക്കിന് ഡോക്ടർമാരും നേഴ്സുമാരും ആശുപത്രി കൊണ്ട് ജീവിക്കുന്നറിയാം. അതുകൊണ്ട് ദൈവം നമ്പുരാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ ഇങ്ങനെ കുടുക്കിയിട്ടിരിക്കുക. അത് ബോധ്യമായി കഴിഞ്ഞാൽ കർത്താവ് കുറേശ്ശേ സൗഖ്യം തരുള്ളൂ. പെട്ടെന്ന് അങ്ങ് സൗഖ്യമായ അതിനും കുഴപ്പമുണ്ട്. അതുകൊണ്ട് രോഗശാന്തി ശുശ്രൂഷയുടെ പയ്യേ ചെയ്യുള്ളൂ, പടിപടിയായിട്ടേ ചെയ്യുള്ളൂ. കുറേശ്ശെ ഇന്ന് കർത്താവ് അനുവദിച്ചിരിക്കുന്ന ആ അളവിൽ ഒരു സൗഖ്യം കിട്ടും. പൂർണ്ണമാകുകയില്ല. പൂർണ്ണമായ പിന്നെ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ കാണുമോ, പിന്നെ ആരെങ്കിലും ആശുപത്രി കാണുമോ? അവരൊക്കെ ജീവിക്കണ്ടേ? അപ്പോൾ ദൈവം നമ്പുരാൻ കുറേശ്ശെ അനുഗ്രഹങ്ങൾ തരുള്ളൂ. കിട്ടുന്ന അനുഗ്രഹം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അടുത്ത ഡോസ് ഈ കിട്ടുന്ന ദുർവിനിയോഗം ചെയ്താലോ? അനുഗ്രഹമില്ലാതെ ദുർവിനിയോഗം ചെയ്താൽ അധികം തിന്മയായത് ഇന്ന് കേൾക്കാൻ പോകുന്നൊരു വേദഭാഗത്തിൻ്റെ അകത്തുണ്ട്. 38 കൊല്ലം തളർന്നു കിടന്ന ഒരുത്തനെ സുഖപ്പെടുത്തിയിട്ട് കർത്താവ് പറഞ്ഞു, അധികം തിന്മയാൽ ഭവിക്കാതെ ഇപ്പം ഇനിയും പാവം ചെയ്തു നമ്മൾ. പക്ഷെ അവൻ പാവം ചെയ്തു, അവൻ അധികം തിന്മയാൽ ഭവിച്ചു. അവൻ കർത്താവിനെ കുശിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടി അവൻ ശവിക്കപ്പെട്ടവനായി പോയി. അങ്ങനത്തെ ഒരു സൗഖ്യം നമുക്ക് വേണോ? സൗഖ്യം കിട്ടിയാൽ കർത്താവിന് ഇഷ്ടം ചെയ്യാമെന്ന് ഉറപ്പുള്ള എനിക്ക് സൗഖ്യം തന്നാൽ മതി. അല്ലെ അസുഖം കിടന്നോട്ടെ. അസുഖത്തിൽ കൂടെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ, ശുദ്ധീകരണം പ്രാപിക്കാൻ. കർത്താവ് രോഗിയായിരുന്നു നമുക്കറിയാവോ? യെശയ്യാ 53 അവൻ സകല രോഗവും ശീലിച്ചുകൊണ്ടാണ് നമ്മൾക്ക് രോഗശാന്തിയിലൂടെ ചെയ്തത്. എല്ലാ പ്രവചനപരോ രോഗശാന്തിയിലൂടെയുള്ള പുരോഹിതന്മാരും രോഗികളാണെന്നറിയാം. ഞാൻ രോഗിയായിട്ടേ ഇപ്പം നമുക്ക് സംസാരിക്കുന്നത്. പക്ഷെ ആ രോഗം ഒരു ശുശ്രൂഷയ്ക്കും തടസ്സം വരുന്നില്ല. മനസ്സിലായോ? കർത്താവ് മറ്റുള്ളവരുടെ രോഗം വഹിക്കുവാനും സഹിക്കുവാനും കൊണ്ടു നടക്കാനും നമ്മളെ പ്രേരിപ്പിക്കും. അതേ സമയത്ത് അത് നമ്മുടെ ഒരു ഡ്യൂട്ടിക്കും തടസ്സം വരികയില്ല. കർത്താവ് രോഗിയായിരുന്നെങ്കിലും വല്ല പണിയും മാറ്റിവെച്ചോ? എല്ലാം നിവൃത്തിയായെന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ അസുഖം തീർത്ത് മാറണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർത്ത് മാറണ്ട, സഹിക്കാവുന്ന അനുഭവത്തിലായാൽ മതി. അപ്പം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസ്യായിക്ക് രോഗശാന്തി ശുശ്രൂഷയുണ്ടായിരുന്നു. ഒത്തിരി പേരെ സുഖപ്പെടുത്തി. തനിക്കൊരു മുള്ളുണ്ടായിരുന്നു, അത് മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റുകയായിരുന്നു പറഞ്ഞു. എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ കൃപയോടുകൂടി നമ്മുടെ രോഗവും ശാപവും രോഗവും അസ്വസ്ഥതയെല്ലാം രക്ഷാകരമാക്കി ശുദ്ധീകരണത്തിന് ഉപയോഗിക്കരുത്. ഈ മുൻഗണനാക്രമത്തിൽ നമുക്ക് രോഗം വന്ന വഴിയെ സൗഖ്യം വന്നു ചേരും. അത് കുറേശ്ശേ തരുള്ളൂ. ഓരോ സൗഖ്യം കിട്ടുമ്പോൾ ഞാൻ നിന്റെ കൂടെ വന്നോളാം, നിന്റെ കൂടെ കുരിശിന് ചുവട്ടിലേക്ക് വരാം, നീ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ എനിക്ക് കാണണം, സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശുവിനെ കണ്ട് പെന്തിക്കോസിക്ക് എനിക്ക് പോകണം, പെന്തിക്കോസി പെരുന്നാൾ ആത്മനിറവിൽ ആത്മഫലങ്ങൾ വിളയിക്കുന്നവരെയും ഞാൻ നിന്നെ വിടുകയില്ല, നീ എന്നെയും വിടരുത്, ഞാൻ ഒരിക്കലും നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞാൽ കുറേശ്ശെ ആയിട്ട് സൗഖ്യം തരും. ആ സൗഖ്യം വേണ്ടിയവർക്ക് ഇപ്പോൾ അത് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പാപമോചനം രോഗസൗഖ്യത്തിന് അത്യാവശ്യമായ കാര്യം. ആ പാപമോചനം വേണ്ടി ഒരു പറഞ്ഞുകൊണ്ട് വരാം. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുന്നവർക്കാണ്
രോഗശാന്തി കർത്താവ് തരുന്നത്. രോഗശാന്തി കിട്ടിക്കഴിഞ്ഞാൽ വ്യവസ്ഥയുണ്ട്. ഇത് കർത്താവിനെ അനുഗമിക്കുവാനും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാനുമാണ്. രോഗസൗഖ്യം പ്രാപിച്ചിട്ട് നടന്നു നിൽക്കാനില്ല. വെള്ളിയാഴ്ചയും കൂടെ വരണം, ഉയർപ്പിനും വരണം, സ്വകാരണത്തിനും വരണം. എന്തൊക്കെ പെരുന്നാൾ ജൂൺ മാസം 4-ാം തീയതി അതിനും വരണം. ഈ വ്യവസ്ഥ തെറ്റിച്ചാൽ അധികം നിന്മയാതെ ഭവിക്കും. ഞങ്ങൾ ഉത്തരവാദികളില്ല. ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഏതാ? യൂദാസ് അറിയാത്ത കർത്താവിൻ്റെ പുറകെ നടന്നിട്ട് ആത്മഹത്യ ചെയ്തു. 10 ദിവസം തള്ളി പറഞ്ഞു. അവരൊക്കെ പിന്നെ തിരികെ വന്നവരെ 11 പേരുണ്ട്. ഒരാൾ പിന്നെ തിരികെ വന്നിട്ടില്ല. തിരികെ വരാത്തവരുടെ കൂട്ടത്തിലാകാൻ പാടില്ല. കിട്ടുന്ന സൗഖ്യം നിന്നെ വേല ചെയ്യാൻ, നിന്നെ അനുഭവിക്കാനാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുമ്പോട്ട് വരാം. അവർക്ക് വേണ്ടി ഇപ്പോൾ രോഗശാന്തി ശുശ്രൂഷ നടത്തുകയാണ്. നല്ല മനുഷ്യന് വേണ്ടി ഒരു പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. നാം ഇപ്പോൾ തന്നെ തന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവൻ മുഖാന്തരം ഇനിയും നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രനാൽ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരപ്പ് പ്രാപിച്ച ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ആമീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 5 തിരുവചനങ്ങൾ 1 മുതൽ 18 വരെ. വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ 18 വരെ. യേശു യഹൂദന്മാരുടെ ഒരു പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോയി. അവിടെ ആട്ടുവാതിലിനടുത്ത് എബ്രായ ഭാഷയിൽ ബേഥസ്ദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. അവയിൽ കുരുടന്മാർ, മുടന്തർ, അംഗഹീനർ എന്നിങ്ങനെ അനേകം രോഗികൾ വെള്ളത്തിന്റെ ഇളക്കം പ്രതീക്ഷിച്ച് കിടന്നിരുന്നു. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ കർത്താവിന്റെ മാലാഖ കുളത്തിലിറങ്ങി വെള്ളം ഇളക്കും. അപ്പോൾ ആദ്യം കുളത്തിലിറങ്ങുന്നവൻ ഏത് രോഗമുള്ളവനായാലും സൗഖ്യം പ്രാപിക്കും. 38 കൊല്ലം രോഗിയായി കിടപ്പിലായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ട് അവൻ വളരെ കാലമായി രോഗത്തിൽ കിടക്കുന്നുവെന്നറിഞ്ഞ്, നീ സൗഖ്യമാകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് യേശു അവനോട് ചോദിച്ചു. ആ രോഗി അവനോട്, ഉവ്വ് കർത്താവേ, എന്നാൽ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോൾ വേറൊരാൾ എനിക്ക് മുമ്പേ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് അവന്റെ കിടക്കയെടുത്തുകൊണ്ട് നടന്നു. അന്ന് ശാബതായിരുന്നു. യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇത് ശാബതാകുന്നു, കിടക്ക ചുമക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവനവരോട്, നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നെ സൗഖ്യമാക്കിയവനോട് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു. ആ സ്ഥലത്തുണ്ടായിരുന്ന വലിയ ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. പിന്നീട് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടിട്ട് യേശു പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ആദ്യത്തേതിലും കൂടുതൽ വല്ല ദോഷവും നിനക്ക് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. തന്നെ സൗഖ്യമാക്കിയവൻ യേശു ആണെന്ന് ആ മനുഷ്യൻ പോയി യഹൂദന്മാരോട് പറഞ്ഞു. അത് കാരണം യഹൂദന്മാർ യേശുവിനെ പീഡിപ്പിച്ചു. ശാപത്തിൽ ഇങ്ങനെ ചെയ്തതിനാൽ അവനെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തു. യേശു അവരോട്, എൻ്റെ പിതാവ്
കർമ്മനിരതനാണ്, ഞാനും അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു. ശാപത്ത് ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം നിന്റെ പിതാവാകുന്നു എന്ന് പറഞ്ഞ് സ്വയം ദൈവത്തോടെ സമനാക്കിയതുകൊണ്ടും കൂടിയാണ് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ കൂടുതൽ ഉത്സാഹിച്ചത്. സ്വല്പസമയം ഇരിക്കാം. വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. സന്ധ്യയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും വായിക്കേണ്ട വേദഭാഗങ്ങളിലും ഇങ്ങനെ സൗഖ്യം പ്രാപിച്ച രോഗികളുടെ കഥയുണ്ട്. ഈ പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം ഇന്നിപ്പോൾ വായിക്കാൻ കാരണം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ആ വേദഭാഗത്തിൽ എന്താണ് പ്രസക്തി എന്നറിയാവോ? നമ്മളൊക്കെയും രോഗം വന്നവരും രോഗത്തിൽ വിമുക്തരായവരും സൗഖ്യം പ്രാപിച്ചവരും കർത്താവിന് ഒത്തിരി ധനവും മാനവും ജീവനൊക്കെ വാങ്ങിച്ചവരുമാണ്. പക്ഷെ അത് അധികം നിന്മയാനുഭവിക്കാനാണ് പൊതുവിക്കൊണ്ടിരിക്കുന്നത്, പരിശോധിക്കാനാണ്. നോയമ്പിന്റെ 3-ാം വാരത്തിൽ പിതാക്കന്മാർ ഈ വേദഭാഗം പ്രഭാതത്തിലെ വായിച്ചിട്ട് അവർ സത്യകുംഭസാര അനുതാപം നടത്തി. എല്ലാവർക്കും ആ പാപം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇന്നെല്ലാവരും പാപോധന പ്രാർത്ഥനയ്ക്ക് വിധേയരാകുന്നത്. ഒരു പുരോഹിതൻ എന്നല്ലേ ഞാൻ ഈ പുരോഹിതന്റെ അടുത്ത് എനിക്ക് പാപോധനം തരണമെന്ന് പറഞ്ഞ് ഞാൻ തലകുനിച്ചു. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞേച്ചാ. കാരണം വയസ്സ് 71 കർത്താവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ധനവും മാനവും ജീവനും ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടെങ്കിലും കർത്താവ് പ്രതീക്ഷിച്ചതുപോലെയുള്ള നന്മ ചെയ്യുവാനോ വേല തയ്ക്കാനോ എന്നെ കൊണ്ട് കഴിയാതെ വന്ന കൃത്യവിലോപം പുറത്ത് ഞാൻ ദുഃഖിക്കുകയായിരുന്നു. ഞങ്ങൾ പുരോഹിതന്മാർ 2 പേരും അങ്ങോട്ടും ചുണ്ടും തലയെ കൈവച്ച് പാപോധന പ്രാർത്ഥന ചെയ്താണ് ഇപ്പോൾ ഈ കുർബാന നടത്തുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എല്ലാവരും പാപികളാണ്. ആ പാപത്തിൽ പ്രധാനിയാണ് ഞാൻ ആരുടെ പേര് വഹിക്കുന്നു. ആ പൗലോസിയ പറഞ്ഞത് ഞാൻ പാപികളിൽ പ്രധാനിയാണ്. അതിൻ്റെ അർത്ഥം എന്നാ? ഏതാണ് മഹാപാപം ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? നമ്മുടെ അവസ്ഥ തന്നെ പാപമാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ എന്ന നിലയിൽ ആ തലയായ കർത്താവ് പറയുന്ന മുഴുവൻ അനുസരിക്കേണ്ട അവയവങ്ങളാണ് നമ്മൾ. പക്ഷേ നമുക്ക് അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ 100% തലയെ അനുസരിച്ചിട്ടുള്ളവരല്ല. നമുക്കൊരു സ്വന്തം തല കിട്ടിപ്പോയതാ കുഴപ്പം. സ്വന്തമായിട്ടൊരു തലയുള്ളതുകൊണ്ട് വേറൊരു തലയോടും ആലോചിക്കാതെ എന്തെങ്കിലും തീരുമാനിക്കാൻ ചെയ്യാനുള്ള അവകാശം, അധികാരവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ബലി കഴിച്ചിട്ട് എന്നെ തലയായ പിതാവിനിക്ക് തന്നിരിക്കുന്ന ആ പിതാവ് തന്നിരിക്കുന്ന ആ പുത്രനായ എൻ്റെ കർത്താവായ ഭർത്താവ് പറയുന്നതേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോഴാണ് ന്യായം, അല്ലെങ്കിൽ അത് അനീതിയാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ പൂർവ്വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തലകളെ അപമാനിച്ചവരാണ്. സ്വർഗത്തിലെ പിതാവ് ഒരു തലയാണ്, പുത്രൻ തലയാണ്, പരിശുദ്ധാത്മാവ് തലയാണ്. പരിശുദ്ധാത്മാവ് ആക്കി വെച്ചിരിക്കുന്ന പുരോഹിതരും മഹാപുരോഹിതരും നമ്മുടെ ഓഫീസിലെ നമ്മുടെ ബോസുകളും നമ്മുടെ ഡയറക്ടർമാരും എല്ലാം നമുക്ക് മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന തലകളാണ്. ഈ തലകളോടെല്ലാം ആലോചിച്ച് അവരുടെയും കൂടി അംഗീകാരത്തോടെ ചെയ്യുന്നത് മാത്രമേ പുണ്യമാകുകയുള്ളൂ. അല്ലാത്ത ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പാപവും അധർമ്മവും അക്രമവും അതിക്രമവുമായിരിക്കും എന്നുള്ള കാര്യം തിരുവചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിക്രമവും പാപമില്ലാത്ത ആരെങ്കിലും ഒന്ന് കൈപൊക്കിക്കാട്ടെ. ആരുടെയും കൈപോകുന്നില്ല. ഞാൻ നിങ്ങളെ പാവിയെന്ന് വിളിച്ചോ? ആരാ നിങ്ങൾ പാവിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ തന്നെ. അതേ വരുള്ളൂ. ആരെയും നമ്മൾ പാവിയെന്ന് വിളിക്കേണ്ട, ദുഷ്ടനെന്നും വിളിക്കേണ്ട, അതിക്രമക്കാരെന്ന് വിളിക്കേണ്ട. ഞാനൊരു പാവിയാണ്. ആ പാവിയിൽ പ്രധാനിയാണ്. അതെനിക്ക് പറയാനൊക്കെ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ നീതിമാനാണെന്ന് വേണേൽ പറയാം, പുണ്യവാളനാണെന്ന് പറയാം, എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. വേണേൽ പറഞ്ഞു. പക്ഷെ കുഴപ്പം എന്നാ? പാവിക്ക് വേണ്ടി മാത്രം യേശു വന്നതിന് പ്രയോജനം വേണമെങ്കിൽ പാവിയാണെന്ന് സമ്മതിക്കാം. പാവി അല്ലെങ്കിൽ പോകൂ. ഈ ലോകത്തിലെ സുഖമൊക്കെ അനുവദിച്ച് അതിനൂടെ കത്തിപ്പോകാം. കത്തുന്നുണ്ട് വരാൻ നല്ല സുഖമാണ്. വേണമെങ്കിൽ അതിലേ പോകാം. പാവിയാണെന്ന് പറഞ്ഞാൽ പാവി ഈ പാപോധനം കൊടുക്കുന്ന വഴി കർത്താവിൻ്റെ കൂടെ പോയാൽ കർത്താവിൻ്റെ മഹത്വത്തിനും പങ്കാളികളാകാൻ സാധിക്കുന്നുള്ളതായി ഓർപ്പിക്കുന്നു. വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ച പ്രഭാതത്തിൽ ഈ വേദഭാഗം സ്വയപരിശോധനയ്ക്ക് സഹകരമായതുകൊണ്ടും ഹൂസോയ പ്രാർത്ഥന കഴിഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവത്തിന് വരുമ്പോൾ ഇന്ന് നമുക്ക് രോഗസൗഖ്യം കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ രോഗസൗഖ്യം കർത്താവിൻ്റെ കൂടെ തല പറയുന്നത് കേട്ട് വേല തികച്ച് ഉയർപ്പിൻ്റെയും സ്വർഗാനുഭവത്തിൻ്റെയും ബന്ധിക്കോസ്തിയുടെ അനുഭവത്തിൽ ആനുഫലങ്ങൾ വിളയിക്കുന്ന വിളഭൂമിയാകാൻ വേണ്ടിയാണ്. അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും തങ്ങിപ്പോയാൽ അത് അനീതിയും അക്രമവും അത് അവിശ്വാസവും അത് അവിശ്വസ്തതയുമായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ സൗഖ്യം പ്രാപിച്ചിട്ട് അനുസരണക്കേട് കാണിച്ച് അവിശ്വസ്തതയിൽ തകർന്നുപോയ ഒരു രോഗിയുടെ കഥയായിരുന്നു വായിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട് കർത്താവ് നിനക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്താ അതിൻ്റെ കാരണം? 38 കൊല്ലം സുഖമില്ലാതെ ഇരിക്കുന്ന ആൾ മനസ്സില്ലാതെ വരൂ. പക്ഷെ മനസ്സില്ലാതെ ആയിപ്പോയി. എന്താ കാര്യം എന്നറിയാവോ? അയാൾക്ക് ഈ അസുഖം ഒരു സുഖമായിരുന്നു. അസുഖത്തിന് അതൊരു സുഖമുണ്ട്. എന്താ അസുഖം എന്നറിയാവോ? അയാൾ തളർന്നു കിടക്കുക. അയാൾ ഒരു കാര്യം അന്വേഷിക്കേണ്ട, തളർന്നും കിടന്നുവെച്ചാൽ മതി. ഈ കുളക്കരയിൽ വരുന്നവരുടെ സഹതാപം ഏറ്റുവാങ്ങി അവരുടെ ശുശ്രൂഷ കൊണ്ട് അവരുടെ ചാരിറ്റി കൊണ്ട് ഇവരുടെ കാര്യമെല്ലാം നടക്കുക. നല്ല സുഖമല്ലേ? കിടന്നു കൊടുത്താൽ മതി. അയാൾ കുളിപ്പിക്കാൻ ആളുണ്ട്,
അയാളെ കഴിക്കാൻ ആളുണ്ട്, അയാൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാൻ ആളുണ്ട്. അത് മറ്റുള്ളവരുടെ മഹാമനസ്കത കൊണ്ട് ദൈവസ്നേഹം കൊണ്ട് അവർ ചെയ്ത കാര്യമാണ്. പക്ഷെ ഇയാൾക്ക് അതിനൊക്കെ ഗുണം കിട്ടി. അതുകൊണ്ട് അയാൾക്ക് വേറെ ഈ തളർച്ചയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അവനതിൽ ആ രോഗവുമായി ഇഴുകിച്ചേർന്ന് അങ്ങനെ ജീവിക്കുന്നൊരു കാലം. ഈ രോഗം എന്ന് പറയുന്ന പാപത്തിൻ്റെ ഒരു പ്രതീകമാണെന്നാണ് പറയുന്നത്. ഈ പാപത്തിനും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പാപം ചെയ്ത് അതിലങ്ങ് പഴകിപ്പോയാൽ പിന്നെ അതിൽ മാറണമെന്ന് ഇഷ്ടമില്ലാതെ അതിൻ്റെ അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കർത്താവ് പാപികളെ രക്ഷിക്കാൻ വന്നെങ്കിലും പലരുടെയും പാപം ഇപ്പോഴും മാറാത്തതിൻ്റെ കാര്യം തന്നെ നമുക്ക് പരോക്ഷമായി പാപത്തിനോടൊരു താല്പര്യമുണ്ട്. ദൈവം വിലക്കിയിരിക്കുന്ന കാര്യത്തിനോടല്ല ഒരു താല്പര്യം. ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതും രസമുള്ളതും കണ്ടാൽ കൊള്ളാവുന്നതും നിന്നാൽ കൊള്ളാവുന്നതും ഒക്കെയാണ്. അതാ കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ കർത്താവിൻ്റെ പരിഭവം കൊണ്ട് നമ്മൾ പലപ്പോഴും പാപം ആർത്തിയോടെ ചെയ്യുന്നവരാണ്. പാപിയെ ശാസിക്കുന്നതോട് വെറുപ്പുമാണ്. പാപത്തെ സ്നേഹിക്കുകയും അനീതിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് ഈ പരിപാടിയോടെല്ലാം അവജ്ഞയാണ്. എത്രയോ പേർക്ക് വേണ്ടി ഇവിടെ വരാമായിരുന്നു. എത്രയോ പള്ളികളിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുന്നു. എത്രയോ പള്ളികളിൽ ആളില്ലാതെ വിറ്റ് വേറെ പല സിനിമാ തിയേറ്ററാക്കുന്നു. പല രാജ്യങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. യൂറോപ്പിൽ ക്രിസ്തു മതം ശക്തിപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. യൂറോപ്പിൽ ഇപ്പോൾ യേശുവും സഭയും സമൂഹവും ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പള്ളികളും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് വേറെ പല കാര്യത്തിനു വേണ്ടി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗതികേട് ഇന്ത്യയിലും വരാൻ സാധ്യതയുണ്ട്, പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം പാപത്തോടാ സ്നേഹം, പാപത്തോടും പിശാചിനോടും പിശാച് തരുന്ന സുഖങ്ങളോടും താല്പര്യം, അത് മതിയെന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബലഹീനത വരാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പാപത്തോട് താല്പര്യമുണ്ടോ, പാപത്തോട് വെറുപ്പുണ്ടോ? വെറുപ്പില്ലെന്നുള്ളതാണ്. പിന്നെ ആരാണ്ടെ കാണിക്കാൻ വേണ്ടി ഒരു ഭക്തി പ്രകടനമെന്നല്ലാതെ വാസ്തവത്തിൽ 100% പാപത്തോടും പാപികളോടും നമുക്ക് താല്പര്യമാണ്. അവരുടെ ഭയങ്കര കൂട്ടായ്മയുമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ 38 കൊല്ലം രോഗിയായി തളർന്നു കിടന്ന മനുഷ്യനോട് കർത്താവ് ചോദിച്ചത് അവൻ്റെ ഉള്ളിലിരിപ്പ് വെളുക്കിയാടിക്കാൻ വേണ്ടിയാണ്. അവന് വാസ്തവത്തിൽ സൗഖ്യം വേണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ സൗഖ്യം കിട്ടാത്തതിനാന്ന് ചോദിച്ചപ്പം അവൻ അതിൻ്റെ കാരണം മറ്റുള്ളവരെയാണ്. എനിക്ക് വേറെ ആരും സഹായിക്കാനില്ല, എന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നവരില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വേറെ മറുന്യായങ്ങളാണ് പറഞ്ഞത്. ഏതായാലും കർത്താവ് തന്റെ ശക്തി ഉപയോഗിച്ച് അവന് സൗഖ്യം കൊടുത്ത് കാണിച്ചു. കർത്താവിൻ്റെ വചനത്തിന് ശക്തി, സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. എന്നിട്ട് അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. കിടക്ക എടുത്തുകൊണ്ട് നടന്നു. അത് ശാബതായിരുന്നു. യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇത് ശാബതാകുന്നു, കിടക്ക ചുമക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ 38 കൊല്ലം അവിടെ കിടന്നവന് സുഖം കിട്ടിയതിൽ ഇവർക്ക് വല്ല സന്തോഷമുണ്ടോ? അയ്യോ, നീ 38 കൊല്ലം തളർന്നു കിടന്നവനാണല്ലോ, നിനക്ക് എങ്ങനെ സൗഖ്യം കിട്ടി, ആ സൗഖ്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ട് ആ സൗഖ്യം കൊടുത്തയാളിനെ ആദരിക്കാനല്ല അവർക്ക് തോന്നുന്നത്, അവനെ കുറ്റപ്പെടുത്താനാ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് പാപത്തോടും അനീതിയോടും അന്യായത്തോടും ഒക്കെ അവർക്ക് താല്പര്യമുണ്ട്. ശാപത്തിൻ്റെ പേര് പറഞ്ഞ് കർത്താവിനെ പരിഹസിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ യേശു ചെയ്ത പ്രവൃത്തി ശാപത്ത് ലംഘനമാണ്, 10 കൽപ്പനയുടെ ലംഘനമാണ്. അപ്പോൾ ഇവൻ കള്ളനാണ്, ഇവൻ ദൈവദോഷിയാണ്, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതിനാണെന്ന് സ്ഥാപിച്ചിട്ട് കർത്താവിനെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. നമ്മളും ഇങ്ങനെ നമ്മുടെ കൊച്ചുബുദ്ധി അനുസരിച്ച് വളരെ അളന്നു കുറിച്ചിട്ട് മറ്റുള്ളവരെ പരിഹസിക്കാറുണ്ടോ, പീഡിപ്പിക്കാറുണ്ടോ, അപമാനിക്കാറുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഒരിക്കൽ കൂടെ പാപനിർപ്പാദം നടത്താൻ പോകും, ഒന്ന് നടത്തി വീണ്ടും ഈ വേദഭാവം വായിക്കും, വീണ്ടും നമ്മൾ ഭാവിയാണെന്ന് നമുക്ക് തോന്നുന്നു. കർത്താവ് ഞാനും മഹാഭാവിയാണല്ലോ, എനിക്ക് പാപത്തിനോട് വലിയ താല്പര്യമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പാപിയാണെന്നൂടെ പറയേണ്ടി വരും. നീ കിടക്ക എടുത്ത് നടക്കാൻ പാടില്ല എന്ന് അന്നത്തെ ഭക്തന്മാരായ ആ യഹൂദന്മാരാണ് പറഞ്ഞത്. അവർ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്നിട്ട് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവനറിയാൻ പാടില്ല പറയാൻ. കർത്താവ് മാറിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്താണ്? കർത്താവ് ഈ കുളക്കരയിൽ നടത്തിയ അത്ഭുതം അനേകർ അറിഞ്ഞ് ആ കുളക്കരയിൽ കിടക്കുന്ന എല്ലാവരെയും അതുപോലെ സുഖപ്പെടുത്താൻ കർത്താവ് അവിടെ നിന്നു കൊടുത്തില്ല. ഒരാൾക്ക് സൗഖ്യം കൊടുത്തിട്ട് കർത്താവ് സ്ഥലം വിട്ടു. ഇതെന്താ കാര്യമാണ്? ആ സ്ഥലത്തുണ്ടായിരുന്ന വലിയ ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണ് സൗഖ്യം കൊടുത്തതെന്ന് ഈ സൗഖ്യം കിട്ടിയവൻ അറിഞ്ഞില്ല. ഇങ്ങനെയൊരു കാലം നമുക്കുണ്ട്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ട് പിന്നെ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് കർത്താവ് മാറിക്കളഞ്ഞത് വേറൊരു അത്ഭുതമാണ്. നമ്മളാണെങ്കിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ നല്ല ശേലല്ലേ, ഇയാളെ പൊക്കി അവിടെ നോക്കണ്ടോ, ഞാൻ ചെയ്ത പണിയുണ്ടോ, അവിടെയുള്ളവരെ എല്ലാവരും വിളിച്ചു കൂട്ടി ആ ക്രെഡിറ്റ് ഏറ്റുവാങ്ങിയിട്ട് അവിടെയുള്ളവരെ മുഴുവൻ സുഖപ്പെടുത്തിയിട്ട് അനേകരുടെ കയ്യടി വേണം ഏറ്റുവാങ്ങാമായിരുന്നു. കർത്താവ് ഉടനെ മാറിക്കളഞ്ഞു. ഈ സ്വഭാവം നോക്കുണ്ടോ? നമ്മൾ ചില വീരകൃത്യങ്ങൾ ചെയ്തെന്നിരിക്കും, ചില നന്മകൾ ചെയ്തെന്നിരിക്കും,
പലർക്ക് ഉപകാരം ചെയ്തു തന്നിരിക്കും. അവർ നമ്മളെ പ്രശംസിക്കാൻ നോക്കിയിരിക്കുക, പറഞ്ഞില്ലേ നമുക്ക് പരിഭവം ഉണ്ടാകും. പക്ഷേ കർത്താവ് അവിടെ നിന്ന് മാറിക്കളഞ്ഞു തരാം. അതിന് ചില ഉദ്ദേശമുണ്ട്. അപ്പം പിതാവായ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഇത്രയും അവിടെ പണിയുള്ളൂന്ന്. അവിടെ വേറെ ഒത്തിരി രോഗി കിടപ്പുണ്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾക്കൂടെ സുഗന്ധ, ഞങ്ങളെ കൂടെ പൊക്കെ. ഒത്തിരി പേരവിടെ കിടപ്പുണ്ടെന്ന്. ഏതെല്ലാം പേരാണ് അവിടെ കിടന്നിരുന്നത്? കുരുടര്, മുടന്തര്, അംഗഹീനർ, ഇങ്ങനെ ഒത്തിരി തരം അസുഖക്കാരുടെ അവരുടെ മധ്യത്തിൽ ഇവനെ കടക്കിയെടുത്ത് നടപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഉടൻ സ്ഥലം വിട്ടു. ഈ സ്വഭാവം നോക്കണ്ടോ? നമ്മൾ കാര്യം കഴിഞ്ഞാൽ സ്ഥലം വിടുന്ന സ്വഭാവം നോക്കേണ്ടത് പിന്നെ ചവിട്ടി ചോദിച്ച് നീക്കുമോ? അത് പാടില്ലെന്നാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ കർത്താവ് എപ്പോഴാണ് അവിടെ ചെല്ലണം, എപ്പോൾ അവിടെ സ്ഥലം വിടണമെന്ന് നമ്മൾ ചോദിക്കണം. അല്ലെങ്കിൽ അത് പാപമായി തീരാൻ സാധ്യതയുണ്ട്. സമയം കഴിഞ്ഞ് എവിടെയെങ്കിലും നിന്നിട്ട് ആരുടെയെങ്കിലും വേലയ്ക്ക് തടസ്സം വരുത്തുകയോ ദൈവ വേലയ്ക്ക് തടസ്സം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയേണ്ട ഒരു പാപമാണ്. പള്ളിയിൽ പോകുന്നത്, ഓഫീസിൽ പോകുന്നത്, എവിടെയെല്ലാം പോയാലും, ആശുപത്രിയിൽ പോയാലും, എവിടെ പോയാലും സമയം കഴിയുമ്പോൾ മാറിക്കൊടുക്കണം. രോഗി സുഖമായി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താലും പോകുകയല്ലേ? എങ്ങനെ ഇരിക്കും? ഡോക്ടർമാർ കുഴഞ്ഞു പോകും. രോഗിക്ക് സുഖമായി ഡിസ്ചാർജും കൊടുത്തു, അവരവിടെ അങ്ങ് ഇരിപ്പാ. പഴയ മുറിയത്തിന് കിടക്കാൻ സാധിക്കുമെന്ന് നോക്കി കിടക്കുകയാണെങ്കിൽ എന്നാ ചെയ്യും? ആശുപത്രിക്കാർ കുഴയില്ലേ? നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഡിസ്ചാർജ് ചെയ്താലും പോവുകയില്ല. സ്കൂളിലെ ഭാഷയിൽ പറഞ്ഞാൽ TC കൊടുത്താലും പിള്ളേർ മാറുകയില്ല. പിന്നെയും ക്ലാസ്സിൽ ഇരുത്താനും പോകും. അടുത്ത പിള്ളേർക്ക് ഇരിക്കണ്ടേ? ഈ ദൈവരാജ്യ കോളേജിലും ദൈവരാജ്യത്തിൻ്റെ ആശുപത്രിയിലും ഡിസ്ചാർജ് ചെയ്യാനും പോകാത്തവരും വേറെ സ്ഥാപനങ്ങളിലേക്ക് ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്താലും പോവുകയില്ല. അത് ശല്യമല്ലേ? പിന്നെ പോലീസിനെ വരുത്തേണ്ടി വരും ഇല്ലേ? അത് പിന്നെ വിഷമത്തിന് കാരണമായി തീരും. ഈ സ്വഭാവം നമുക്കുണ്ടോ? എവിടെ പോയാലും സമയം കഴിഞ്ഞ് അവിടുന്ന് സ്ഥലം വിടണം എന്നുള്ള കാര്യം പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ആരെല്ലാം അസമയത്ത് അസ്ഥാനത്ത് ആരെയെല്ലാം നമ്മൾ ഉപദ്രവിച്ചിരിക്കുന്നു, അസമയത്ത് അസ്ഥാനത്ത് നിന്ന് ആർക്കെല്ലാം ബുദ്ധിമുട്ട് വരുത്തിയിരിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ വരുത്തിയിരിക്കുന്നു എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ കരുണയുണ്ടാകണം, ക്ഷമിക്കണം, ഒന്നുകൂടെ പാപത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. യേശുവിൻ്റെ ആ സ്വഭാവത്തെ നമ്മൾ അനുകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേല തെളിച്ചിട്ട് പോകാനൊക്കെയില്ല. അപ്പൊ തലേ ദിവസം രാത്രി പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് പറഞ്ഞ, മോനെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്, നിന്നെ കുശിക്കുന്ന ആൾ തന്നെയാണ്, അതൊന്ന് കാണിച്ചു കൊടുത്തരും. നീ സൗഖ്യമാക്കിയാൽ നീ പറയുന്നൊന്നും കേൾക്കുകയില്ല. കിട്ടിയ സൗഖ്യം ഉപയോഗിച്ച് കിട്ടിയ ആ ശക്തി ഉപയോഗിച്ചായിരിക്കും നീ ആണി തറയ്ക്കാൻ പോകുന്നത്. നീ അതും വാങ്ങിച്ചോണം. അപ്പൊ കർത്താവിന് സൗഖ്യം കൊടുത്തതിന് ശേഷം കർത്താവിന് അന്നുണ്ടായിരുന്ന യഹൂദന്മാരായ അന്നുണ്ടായിരുന്ന കപടഭക്തക്കാരെ യേശുവിനെ പീഡിപ്പിച്ചു, ദണ്ഡിപ്പിച്ചു, പരിഹസിച്ചു. സൗഖ്യം വാങ്ങിച്ചവനും കർത്താവിനെ കുരിശിക്കാനായിട്ട് പോയെന്നാണ് സഭാചരിത്രം പറയുന്നത്. മനസ്സിലായോ? എല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ലെജൻസ് ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞ വേറെ ഒത്തിരി പുസ്തകം തന്നെയുണ്ട്. ആ പുസ്തകത്തിൽ ഇതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ, മേരി വാർത്താവാർത്തയുടെ പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലാത്തതുണ്ട്. ഇനി ഒത്തിരി പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പൂരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ഗതികേട് നമുക്ക് വരരുത്. നമ്മൾ സമയം കഴിഞ്ഞ് ഒരിടത്തും നിൽക്കരുത്. സമയം കഴിഞ്ഞാൽ ഉടൻ സ്ഥലം വിട്ടോണം. ആരെങ്കിലും പിടിച്ചു നിർത്തിയാൽ സോറി എനിക്ക് നേരെയില്ല പോകാമെന്ന് പറഞ്ഞ് പോകണം. പറഞ്ഞാൽ മനസ്സിലായോ? അത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അതുകൊണ്ടാണ് നമുക്ക് പുരോഗതി കിട്ടാത്തത്, കിട്ടിയ അനുഗ്രഹങ്ങൾ നിലനിർത്താൻ ഒക്കാത്തത് നമ്മുടെ ഈ ദുസ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ട് യാത്ര പറയണം. കർത്താവ് അവിടുന്ന് സ്ഥലം വിട്ടിരുന്നു. പിന്നെ കർത്താവ് വേണ്ടത് ദേവാലയത്തിലാണ്. അപ്പൊ ഏത് പരിപാടി കഴിഞ്ഞാലും നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ദേവാലയത്തിൽ. അത് മനസ്സിലാവും. ഏത് പരിപാടി കഴിഞ്ഞാലും ദേവാലയത്തിലേക്ക് പോകണം. ദേവാലയത്തിൽ നിന്ന് വന്നിട്ട് വേണം എന്തെങ്കിലും കാര്യം ചെയ്യാം. പിന്നെയും ദേവാലയത്തിൽ വന്നും പോയി നിൽക്കണം. മനസ്സിലായോ? കർത്താവ് കാണിച്ചൊരു മാതൃക. തനിക്ക് അവിടെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. പിതാവ് പറഞ്ഞ പണി ചെയ്ത് ഉടൻ അപ്രത്യക്ഷമായി. കർത്താവിന്റെ കഴിവ് പ്രത്യക്ഷമാകാനും മാത്രമല്ല അപ്രത്യക്ഷമാകാനും ആ കഴിവോട് നമ്മൾ ആർജിക്കണം. അപ്പോൾ അസമയത്ത് അസ്ഥാനത്തെങ്കിലും പ്രത്യക്ഷപ്പെടാൻ പാടില്ല. കൃത്യസമയത്ത് മാത്രമേ പ്രത്യക്ഷപ്പെടാവൂ. അപ്പോൾ ദൈവത്തിന് നാമം ഓർത്തപ്പെടും. അല്ലെങ്കിൽ എല്ലാ പണിയും ചെയ്തു തീർക്കാനൊക്കെ നമുക്ക് നിത്യവിലോകത്തിൽ മരിക്കേണ്ടി വരും. കർത്താവ് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് അന്ത്യശ്വാസം നൽകുന്നത്. അതായിരിക്കട്ടെ നമ്മൾ എല്ലാ ദിവസത്തെയും ബെഡിലോട്ട് കിടക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ പണി ഞാൻ നിവർത്തിച്ചിരിക്കാൻ കർത്താവ് നിന്റെ കൂടെ ഞാൻ കിടക്കുകയാണെന്ന് പറയുന്നത്. കർത്താവിൻ്റെ കൂടെയാണ് കിടക്കുന്നത്. നിവൃത്തിയായിട്ട് കിടന്നാൽ കർത്താവിനോട് കിടക്കാനൊക്കെ ഉള്ളൂ. മനസ്സിലായോ? ജീവിത പങ്കാളിയായ കർത്താവിൻ്റെ കൂടെ വേണം കിടന്നുറങ്ങാൻ. അതെവിടെ എഴുതിയിരിക്കുന്നറിയാവോ? 1 തെസ്സലോനിക്കർ 5:8 തൊട്ട് എഴുതിയാൽ ഉണ്ടാലും ഉറങ്ങിയാലും എന്നാ ചെയ്താലും യേശുവിനോട് ചെയ്യണം. അങ്ങനെ ജീവിത പങ്കാളിയായ പിതാവ് നമുക്ക് തന്നിരിക്കുന്നത് കൂട്ടുകാരനാണ്. ജീവിത പങ്കാളിയാതിരിക്കുന്നത് ഇമ്മാനുവേലിന്റെ കൂടെയാണ് എല്ലാം ചെയ്യേണ്ടത്. അവനെ കൂടെ ചെയ്യുന്നതെല്ലാം പാപമാണ്. കർത്താവ് അവിടുന്ന് മാറിക്കളഞ്ഞു, ദേവാലയത്തിൽ പോയി. ഈ സൗഖ്യം പ്രാപിച്ചവന് ഒരു ഗുണമുണ്ടായിരുന്നു. അവൻ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദേവാലയത്തിൽ പോയി. അത്തരം വരെ അവനെ അഭിനന്ദിക്കുക. അവൻ എവിടെ വെച്ച് അവനെ കർത്താവിനെ കാണുന്നു? ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പൊ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ കിട്ടുന്ന സന്ദേശങ്ങളുണ്ട്. കർത്താവ് അപ്പം മാത്രമാണ് സന്ദേശം കൊടുത്തത്. സൗഖ്യം പ്രാപിച്ചവളൊന്നും മിണ്ടിയില്ല കർത്താവ്.
സുഖം നീ കെട്ടിയെടുത്ത് നടന്നാൻ പറഞ്ഞിട്ട് കർത്താവ് സ്ഥലം വിട്ട് പള്ളിയിലോട്ട് പോയി. സൗഖ്യം പ്രാപിച്ചവനും കിടക്കയെടുത്തുകൊണ്ട് പോയതിന് ശേഷം പള്ളിയിൽ ചെന്നു. പള്ളിയിൽ വെച്ചവർ അന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് പള്ളിയിൽ വന്നിരിക്കുക. കർത്താവ് നിങ്ങളെ കണ്ടെത്തിയോ? നിങ്ങൾ കർത്താവിനെ കണ്ടെത്തിയോ? കർത്താവ് ഇനി എന്നോട് വല്ലതും പറയാനുള്ള കേൾക്കണം, തരണം. അപ്പൊ ഇപ്പൊ നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് പറയാൻ ഞങ്ങൾ പല അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ ഓടി ഇവിടെ എത്തിയിരിക്കുക. സൗഖ്യം പ്രാപിച്ചവനും സൗഖ്യം കൊടുത്തവനും പള്ളിയിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ സന്ദേശം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? അവനെ സൗഖ്യം പ്രാപിച്ചവനോട് പറയാണ്, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ആദ്യത്തേതിലും കൂടുതൽ വല്ല ദോഷവും നിനക്ക് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. അപ്പം ആദ്യത്തെ ദോഷം എന്തായിരുന്നു? പാപത്തിന്റെ ഫലമായിട്ടാണ് 38 കൊല്ലം കിടക്കേണ്ടി വന്നു. മനസ്സിലായോ? അപ്പൊ പാപത്തിന്റെ ഫലമായി തളർച്ച വരാം. പാപം ചെയ്ത് ദൈവത്തിന് കൊടുക്കേണ്ട ശക്തി പിശാച് കൊണ്ടുപോയാൽ അവൻ ശക്തി വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അവന്റെ ആദ്യത്തെ പാപം കൊണ്ട് തന്നെ അവന് ശക്തി മുഴുവൻ പാതാളത്തിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ട് സ്വയാശ്രയക്കാരനായിരുന്നു. സ്വയാശ്രയക്കാരൻ ചെയ്യുന്നതെല്ലാം പാപമായിരിക്കും. ദൈവാശ്രയത്തിൽ ചെയ്യുന്ന മാത്രമേ പുണ്യമാകുകയുള്ളൂ. ഇവൻ സ്വയാശ്രയത്തിൽ അവൻ ചെയ്തു കൂട്ടിയത് മുഴുവൻ പാപമായി തീർന്നു. അവന് ശക്തി മുഴുവൻ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. 49 സങ്കീർത്തനം 11 വാക്യം. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാണ്. അവരുടെ പ്രാണൻ പാതാളത്തിന് ആടുകളായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മൃത്യു അവരെ മേയ്ക്കുന്നു, പാതാളം അവരുടെ പാർപ്പിടം. അപ്പൊ നീ പള്ളിയിൽ വന്നിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുകയാണ്, ദൈവാശ്രയമില്ലാതെ ചെയ്തതും പറഞ്ഞും കുറച്ച് കാര്യമില്ല, നിന്റെ പ്രാണനെ പാതാളത്തിലാക്കിയിരിക്കുന്നു. എനർജി ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കെമിസ്ട്രിയിലുള്ള ഒരു തത്വം എന്നത് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ജീവൻ ഇല്ലാതാകുന്നില്ല, നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നില്ല. നമ്മളിൽ നിന്ന് പോകുന്നത് വേറെ എവിടെയെങ്കിലും കാണും. അതൊന്നിൽ പിശാചിലേക്ക് കാണും, അല്ലെ ദൈവത്തിൻ്റെ കാണും. വളരെ വിലയേറിയ റോ മെറ്റീരിയലാണ് നമ്മുടെ റിലീസ്ഡ് എനർജി. നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി, സൗണ്ട് എനർജി, മെക്കാനിക്കൽ എനർജി, ലൈറ്റ് എനർജി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഇല്ലാതാകാനൊക്കെ ഇല്ല, അത് എവിടെയെങ്കിലും കാണും. അതെവിടെ പോയെന്ന് അറിയേണ്ട ചുമതല നമുക്കുണ്ട്. ലോകത്തെക്കാൾ വിലയേറിയതാണ് നമ്മുടെ ജീവനും ജീവിതവും എനർജി. അത് തന്ന ഉടയക്കാരൻ്റെ തന്നെ തിരികെ കെട്ടണം. അത് ശത്രുവായ പിശാചിനെ കിട്ടിയാൽ അവൻ അത് ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി അനേരെ കൊല്ലും കേസ് നമ്മുടെ പേരിൽ വരും. കൊച്ചു കാര്യമല്ല. നമ്മുടെ എനർജി പിശാച് അപഹരിച്ചെടുത്തിട്ട് അത് ഉപയോഗിച്ച് അനേരെ പാപം ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ പേരിൽ കേസ് കൊടുക്കും. തെളിവ് ഉണ്ട്. നമ്മുടെ എനർജിക്ക് നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടെന്ന് അറിയാവോ? നമ്മുടെ രക്തത്തിന്, നമ്മുടെ വിരലടയാളത്തിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മുടിക്ക്, നമ്മുടെ പല്ലിന് വരെ ഐഡന്റിറ്റി ഉണ്ട്. അതതുപോലെ വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് നമ്മുടെ എനർജി യുണീക്കാണ്. അതിനൊരു പ്രത്യേക നമ്പറുണ്ട്. ആ നമ്പറിൽ ഇതിന് വീണ്ടും തിരിച്ച് ശരീരമാകാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന എനർജി നമ്മുടെ ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ, കോഡ് നമ്പറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത് എവിടെ കിടന്നാലും കർത്താവിനെ തിരിച്ചെടുത്ത് വീണ്ടും നമ്മുടെ ശരീരത്തെ രൂപപ്പെടുത്താൻ സാധിക്കും. യേശു രണ്ടാമത്തെ വരവിൽ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ എനർജി എവിടെയെല്ലാം കിടപ്പുണ്ടോ അതെല്ലാം ഇന്ന നമ്പർ കോഡിൽ ഉള്ള എല്ലാ എനർജിയും ഒന്നാകട്ടെ, അത് വീണ്ടും ശരീരമാകട്ടെ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ന്യായാസനത്തിന് മുമ്പാകെ ചെല്ലാൻ സാധിക്കുന്ന കാര്യം ഓർക്കും. ഈ ബോധം നമുക്ക് വേണം. നമ്മുടെ ഐഡന്റിറ്റി ഉള്ളതാണ് നമ്മുടെ ശരീരത്തിന് വേർപെടുന്ന ശക്തി, ജീവൻ. അതില്ലാതാകുന്നില്ല. അത് തിരിച്ചു വരേണ്ടി വരും. തിരിച്ച് കർത്താവിന്റെ വിളി അനുസരിച്ച് വീണ്ടും ശരീരമാകേണ്ടി വരും. ആത്മഹത്യ ചെയ്താലും കൊള്ളാം, കീഞ്ഞു നാറിയാലും കൊള്ളാം, ശങ്കിടിപ്പിൽ നിന്ന് ചത്താലും കൊള്ളാം, എങ്ങനെ ചത്താലും വീണ്ടും ഉയർക്കും. അത് നീതിവാന്മാരുടെ ഉയർപ്പ് ആദ്യമേ നടക്കും. അവസാനം ന്യായവിധിക്കായിട്ട് പാപികളുടെ ഉയർപ്പും സംഭവിക്കും. ഉത്തരം പറയേണ്ടി വരും. ഈ ബോധം നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞകാല ജീവിതത്തിലെ നമ്മുടെ പാപത്തിന്റെ പുറകിൽ സ്വയാശ്രയത്തിൽ പാതാളത്തിൽ പോയ പ്രാണനുണ്ട്. നമ്മൾ എത്രയും വേഗം ദേവാലയത്തിൽ ചെന്നാൽ നമ്മുടെ എത്ര ശതമാനം പ്രാണൻ പാതാളത്തിൽ പോയിട്ടുണ്ട് ദൈവാത്മാ പറയും. ഇന്നിവിടെ വന്നിരിക്കുന്ന സ്വർഗരാജ്യത്തിന്, ദൈവരാജ്യത്തിന്റെ ആശുപത്രിയുടെ CT സ്കാനിങ് മെഷീനകത്താണ് കയറിയിരിക്കുന്നത്. ഈ ദേവാലയം, ഈ സങ്കേത ഭവനത്തിലെ ഈ കോമ്പൗണ്ട് ഒരു CT സ്കാൻ മെഷീൻ പോലെ സജ്ജമാക്കി സെറ്റ് ചെയ്തിട്ടിരിക്കുക. നിങ്ങൾ ആ മെഷീനകത്താണ് ഇരിക്കുന്നത്. നിങ്ങളുടെ നിലവാരം ദൈവാത്മാവ് കുറിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ അത് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കോപ്പി എടുത്ത് നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റിയ കൃപാവരോട് അതിനകത്തിരിപ്പുണ്ട്. മനസ്സിലായോ? കൊച്ചു കാര്യമല്ല. നമ്മുടെ നിലവാരം CT സ്കാൻ മെഷീൻ റെക്കോർഡ് ചെയ്തതിന്റെ അത് നോക്കിയിട്ടാണ് ഡോക്ടർമാർ നമുക്ക് ചികിത്സ ചെയ്യുന്നത്. അതുപോലെ ഒരു സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ രോഗത്തിന്റെ കാരണം, നിങ്ങളുടെ ക്ഷാമത്തിന്റെ കാരണം, നിങ്ങളുടെ ശത്രുതയുടെ കാരണം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കെയും കാരണം സ്വർഗത്തിലെ കോടതിയിൽ ഉണ്ടായ വിധിന്യായം ഞങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഞാൻ പാപിയാണ്, ആ പാപത്തിന് പരിഹാരം വരുത്തണം, എന്നെ ശക്തി പാതാളത്തിൽ പോയിട്ടുണ്ട്, അത് വീണ്ടെടുക്കാൻ കർത്താവിന് കഴിവുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്രയിക്കാമെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം വരും. അപ്പൊ ആദ്യത്തേതിനേക്കാൾ വലിയ ദോഷം അവന് ഭവിച്ചു എന്നാണ് സഭാചരിത്രം പറയുന്നത്. എന്താണ്? അവനെ ഈ കിടക്കയെടുത്തുകൊണ്ട് നടന്ന വഴിക്ക് അനേകരുടെ സ്നേഹവും ആ പ്രശംസയും അവന് കിട്ടി. പക്ഷെങ്കിൽ അവനെ 38 കൊല്ലം തളർന്നു കിടന്നതിന് ശേഷം എഴുന്നേറ്റ് വന്നപ്പോൾ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നം ഉണ്ടായി.
ഒരു തൊഴിലും അവൻ അറിഞ്ഞുകൂടാ, നല്ല ആരോഗ്യമുണ്ട്. അവൻ പലയിടത്ത് പോയി കർത്താവ് സാക്ഷ്യം പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാം സന്തോഷിച്ച് അവനെ വിലക്ക് കൊടുത്തു കാണും. ഒരു റൗണ്ട് അവൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടന്നു. അവിടെ എല്ലാം ധനവും മാനവും ജീവനും പ്രശംസ അവന് കിട്ടി. 2ാം റൗണ്ടായപ്പോൾ അവർ പറഞ്ഞു, നീ നല്ല ആരോഗ്യമുള്ളവനാണല്ലോ, ചുമ്മാതെ തിന്നാൻ നടക്കുകയാണോ, നിനക്ക് ആരോഗ്യം എന്തെങ്കിലും പണിയേടാ, ഇന്ന് ഞാനൊന്നും തരുന്നില്ല എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ആരും അവനെ സഹായിക്കാത്തൊരവസ്ഥ. ആരോഗ്യമുണ്ട്, എങ്ങനെ ചെലവഴിക്കേണ്ടെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ അവൻ്റെ ചിന്ത പോയത് യേശുവിലേക്കാണ്. ആ യേശു എനിക്ക് ഈ തൊഴിലില്ലായ്മ വരുത്തത്. ഞാൻ ആ കുളക്കരയും ഞാനും കിടന്നേച്ചാൽ മതിയായിരുന്നു, എനിക്കൊന്നും അറിയണ്ട. എന്നൊക്കെ അങ്ങ് കിടന്നു കൊടുത്താൽ എന്നെ കുളിപ്പിക്കാനും മരിച്ചു കിടത്താനും തിരിച്ചു കിടത്താനും ആഹാരമായി തരാൻ ആളുണ്ടായിരുന്നു. എനിക്ക് നല്ല സുഖമായിരുന്നു. ഈ ഒരുത്തനാണ് എനിക്ക് ഈ തൊഴിലില്ലായ്മ, അതുകൊണ്ട് അവനെ ഇനി വെച്ചേക്കരുത്. അങ്ങനെ ചെന്നപ്പോൾ അവൻ കേട്ട് അവനെ പിടിച്ചിട്ടുണ്ട്, കുരിശിക്കാം. നല്ല കാര്യം, അവനെ കുരിശിക്കണം. ഞാനിവിടെ കൂടാറുണ്ട്. കുരിശ് തറയ്ക്കുന്നത് തന്നെ ആ ചുറ്റി കഴിഞ്ഞോട്ട് വാങ്ങിച്ച് അവനും കൂടെ 2 അടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇവൻ ഇനി മേലെ ആളും തൊഴിലില്ലായ്മ വരുത്തരുത്, എന്നെ പോലെ ഗതികേട് വരുത്തരുതെന്ന് പറഞ്ഞ്. അപ്പോൾ അധികം നിന്മയാത് ഭാവിച്ചോ. ഇതുപോലെ നമ്മൾ യേശുവിനെ കുരിശിക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ സാധ്യതയുണ്ട്. ആ ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഒന്നുകൂടെ പാവദിന പ്രാർത്ഥന നടത്താൻ പോകും. ഞങ്ങൾ പുരോഹിതന്മാർ 2 പേരും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് പാവദിനം തരാൻ പോവുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിലും പുത്രനിലുള്ളതായ വിശ്വാസങ്ങൾ പുതുക്കി പരിശുദ്ധാത്മാവിലും സഭയിലുള്ളതായ നമ്മുടെ വിശ്വാസം, കർത്താവ് 2ാമത് വരുമെന്നുള്ള വിശ്വാസം, കർത്താവ് 2ാമത് വരുന്നത് നമ്മുടെ കർത്താവിൻ്റെ അതേ തേജസ്സിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടെ ഇരുത്താനാണ്. ആ വലിയ ഭാഗ്യം നമ്മൾ ആർജിക്കണം. കർത്താവ് പോയ വഴിയെല്ലാം പോകണം, അത് യാചിക്കാൻ പോവുകയാണ്. കർത്താവെ, നീ പോയ വഴിയൊക്കെ ഞങ്ങൾക്കും വരണം. അവിടുന്ന് കുരിച്ചെടുത്തുകൊണ്ട് പോയ വഴിയെ തന്നെ യാത്ര ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ 10-14 കുരിശുകൾ വെച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഒരു പണപ്പെട്ടി വെച്ചിട്ടില്ല. സാധാരണ കുരിശുചൂടിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ പണപ്പെട്ടി വെച്ചിട്ടില്ല. ഇത് യേശുവിൻ്റെ കുരിശിൻ്റെ പാതയെ സഞ്ചരിച്ച മഹത്വത്തിൻ്റെ അനുഭവത്തിൽ എത്താൻ വേണ്ടി ഇതുവരെയായിട്ട് നിങ്ങളത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഏത് ആവശ്യത്തിനോട് വന്നാലും കർത്താവെ, ഞാൻ മാമോദീസായിൽ തുടങ്ങിയ ക്രിസ്തീയ ജീവിതം കുരിശിട്ടേച്ച് പോയ ഒത്തിരി ദിവസങ്ങളുണ്ട്, ക്ഷമിക്കണം. ഞങ്ങൾക്ക് നീ തരാത്ത സുഖമോ ധനമാനോ ഒന്നും വേണ്ട, നിന്നെ കിട്ടി നീ തരുന്നത് മാത്രം മതി. അതല്ലാത്തതെല്ലാം പാപമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ യാചിക്കാൻ പോകുന്നത് കർത്താവിന് കിട്ടിയ അനുഭവമില്ല എനിക്കും വേണം. സ്വർഗീയ മണവാളനായ യേശു പോയ വഴിയെ തന്നെ എനിക്കും പോകണം. വേല തികച്ചിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരണം ചെയ്തതുകൊണ്ട് എനിക്കും സ്വർഗ്ഗാരണം ചെയ്യണം. എല്ലാ ദിവസവും മരണവും ഉയർപ്പും സ്വർഗ്ഗാരോഹണവും ഉണ്ട്. ആ ദേഹിയുടെ മണ്ഡലത്തിലാണെന്ന് മാത്രം. കർത്താവിൻ്റെ വരവെങ്കിലാണ് ശരീരത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പറക്കുന്നത്. അതുവരെ ഓരോ ദിവസത്തെയും പ്രാണൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മാറിലേക്ക് പറന്നുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ ദിവസവും മരണവും സ്വർഗ്ഗാരോഹണവും ഉണ്ടെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അത് പൂർത്തീകരിച്ചാൽ അവിടെയാണ് പരിശുദ്ധാത്മ നിറവുണ്ടാകുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന ബന്ധുക്രിസ്തിയിൽ ഞങ്ങളും ഉണ്ടായിരിക്കണം. ഞങ്ങളെ ആത്മാവിൽ നിറയ്ക്കണം. കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് വേല ചെയ്തിട്ട് 100% നിമിഷത്തിലേക്ക് പറന്നു വരാൻ എനിക്ക് ശക്തി തരണോ. നമ്മൾ യാചിക്കാൻ പോകണം, പ്രാർത്ഥിക്കാൻ പോകണം. അത് രസമായി നമ്മൾ യേശുവിനെ കൂടാതെ പലത് ആഗ്രഹിച്ചു പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ നിന്നെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് 73-ാം സങ്കീർത്തനത്തിൻ്റെ 23 നമ്മൾ ഇന്നലെ വായിച്ചതാണ്. 23, 24, 25 വാക്യങ്ങളിൽ നീ എന്നെ മഹത്വത്തിലേക്ക് ആനയിക്കുന്നത് നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കാതിരിക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പറ്റിക്കുന്നവർ നിന്നെയല്ലാതെ നമ്മൾ പലതിനെ ആഗ്രഹിച്ചു പോയി. ഇപ്പോഴും കിടപ്പുണ്ട് ആഗ്രഹം. പള്ളി വന്നിരിക്കുന്നതും ആ ആഗ്രഹം സാധിക്കാൻ അത് ആഴച്ചേര്. കർത്താവിനെ എനിക്ക് കിട്ടണം. പിതാവ് എനിക്ക് തന്ന 1ാം സമ്മാനമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ 100% കിട്ടിക്കഴിഞ്ഞ് മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിനെ കിട്ടി പൂർണ്ണമാകാനും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് 73-ാം സങ്കീർത്തനം ചൊല്ലേണ്ടി വരും. അങ്ങനെ പുതിയ തുരുതിയായി പുതിയ ആത്മാവിനെ പ്രാപിക്കാൻ പറ്റിയ പാത്രമായി നമ്മൾ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മുദ്ര പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായതിന് ശേഷം ദൈവം നോക്കില്ലെന്ന് വരുള്ളൂ. നമ്മൾ പിശാചിൻ്റെ ഇരിക്കും എല്ലാം കിട്ടി അവൻ കൊണ്ടുപോകും. എന്നാ ഗുണം? പിശാചിൻ്റെ ഇരിക്കുമ്പോൾ സൗഖ്യം കിട്ടി അതും അവൻ കൊണ്ടുപോകും. അധികം നിന്മയാതെ ജയിക്കാൻ അത് ഉപയോഗിക്കുള്ളൂ. അവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ വന്നവരെ സൗഖ്യം അവിടെ വെച്ചേരെ. എനിക്ക് യേശുവിനെ കിട്ടിക്കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞ് ദൈവേഷം ചെയ്യുന്ന ഉറപ്പുള്ളപ്പോൾ എനിക്ക് സൗഖ്യം മതി എന്ന് പറയാൻ യാചിക്കാൻ പോകും. അല്ലെങ്കിൽ അധികം നിന്മയാതെ ചോദിച്ച് വെള്ളം കിട്ടാത്തടത്ത് പോയി കിടന്ന് വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് യാചിക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ യാചിക്കേണ്ട സമയത്ത് പുരോഹിതരായ ഞങ്ങൾ ഈ കാര്യം നിങ്ങളെ ശരിക്കും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. ശരിക്കും നമ്മുടെ ബാബാതിരുമേനിയും നമ്മുടെ മെത്രാപോലിത്തന്മാരും റമ്പാച്ചന്മാരും പുരോഹിതരല്ല ഈ കാര്യം ശരിക്കും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലുള്ള 75% പേരെ യേശുവിനെ സ്വീകരിച്ചേനെ. ഇത് ആർക്കും ഒരു വിഷയമല്ല. സ്വന്തം വള്ള വീർപ്പിക്കാൻ സാധനമായിട്ട് ഞങ്ങൾ വേഷം കെട്ടി ഞങ്ങൾ നടക്കുന്നതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നില്ല. ഞങ്ങളെ തന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തണം, ആരെയും കുറ്റം പറയുന്നത്. ഞങ്ങൾ വേണ്ട പണി ചെയ്തിരുന്നെങ്കിൽ അനേക ദൈവവിഷത്ത് വരുമായിരുന്നു. അതുകൊണ്ട് ഇനിയും മുതലെങ്കിലും നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തിന് 1ാം സ്ഥാനം കൊടുക്കാം. സഹോദരി സ്വങ്ങളെ മാതാപിതാ ഗുരുക്കന്മാരെ ഞങ്ങളോ ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുക എന്നെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും
പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായി സ്തുതി. ആദ്യമുള്ളതിന്റെ കന്യമരണമൊന്നേക്ക് ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, അനുഗ്രഹകരമായ വിജയകരമായ നോമ്പിന്റെ 3-ാം ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പാൻ ധ്യാനിപ്പാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യകരമായ അവസരവാർത്ത നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ തിരുവചന ശുശ്രൂഷയിൽ, ഈ ആരാധനയുടെ മധ്യത്തിൽ നമ്മളെ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന പിതാവിൻ്റെ ആകർഷണത്തിന് നന്ദി പറയാം. കർത്താവ് നമ്മുടെ ജീവിതയാത്രയ്ക്കിടയിൽ പലയിടത്ത് വെച്ച് കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മൾ ആരുടെ കാര്യം വായിച്ചു? ആ 38 കൊല്ലം രോഗിയായി കിടന്ന മനുഷ്യനെ കൊളക്കരയിൽ വെച്ച് കർത്താവ് കണ്ടു. എഴുന്നേറ്റ് നടന്നോളാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു, പാപം മോചിച്ചിരിക്കുന്ന. പക്ഷേ ഇതാരാണെന്ന് അവന് മനസ്സിലായില്ല. കർത്താവ് പരിചയപ്പെടുത്തിയില്ല, അവനോട്ട് അന്വേഷിച്ചുമില്ല. കിട്ടിയ സൗഖ്യം കൊണ്ട് നടന്നു വന്നു. ഇങ്ങനൊരു ബലഹീനത നമുക്കുണ്ട്. കിട്ടിയ ധനം, കിട്ടിയ മാനം, കിട്ടിയ ശക്തി, കിട്ടിയ ജോലി, കിട്ടിയ ജീവിത പങ്കാളി അങ്ങോട്ട് നടന്നു നിൽക്കുക. ഇതാരാ തന്നെന്ന് അറിഞ്ഞ് അവന് നന്ദി പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതിന് ശിക്ഷ ഇപ്പം അനുഭവിക്കുന്നു. അപ്പം ഇത് നമുക്ക് ആരാ തന്നെന്ന് നമ്മൾ അന്വേഷിച്ചാലേ കണ്ടെത്തുള്ളൂ. കർത്താവിന് തന്നെ ഉടനെ പരിചയപ്പെടുത്തണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണേ പോയി അന്വേഷിച്ചോളാനാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു. മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ? മാതാപിതാക്കൾ കൂടെ നമ്മളെ ജനിപ്പിച്ച് വളർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അവർ കൂടി ഒക്കെ കർത്താവാണ് നമ്മളെ ഇതൊക്കെ ചെയ്തത്. കർത്താവ് അവരിൽ കൂടി ഇതൊക്കെ ചെയ്തു തന്നതാണ്. എല്ലാം ദൈവത്തിൽ നിന്ന് വന്ന, എല്ലാം അവനിൽ നിന്നാണ് പുറപ്പെടുന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെവിടെ അങ്ങനെ ഒരു വാക്യമുണ്ട്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമുക്ക് സംഭവിച്ചത് മുഴുവൻ, നമുക്ക് കിട്ടിയത് മുഴുവനും പിതാവ് പുത്രനിൽ കൂടെ പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് തന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒത്തിരി മാധ്യമങ്ങളുണ്ട്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യവും 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും പരസ്പര പൂരകമായി കിടക്കുകയാണ്. എന്താ കാര്യം? നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കേണ്ടതിന്റെ കാരണം എന്നാണ് റോമർ 11-ന്റെ അവസാനത്തെ വാക്യം എന്നതാ? സകലതും. ആ കൂട്ടത്തിൽ നമ്മളുമില്ലേ? സകലത്തിനകത്ത് നമ്മൾ വിടുവോ? അപ്പൊ ഞാൻ എന്ന് പറയണം. സകലതും അവനിൽ നിന്നും അവനിലൂടെയും അവങ്കിലേക്കുമാകും. ഈ ബോധം നോക്കുന്നുണ്ടോ? അവൻ എന്നേക്കും ബോധമുണ്ട്. ആ മഹത്വം കുടിശ്ശിക തീർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നിത്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉൾക്കാഴ്ച ശൗല് പൗലൂസായി കഴിഞ്ഞ് അറേബ്യ തപസ് ചെയ്തപ്പോഴാണ് വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. തന്നെല്ലാം വിട്ട് മാറിയിരുന്ന് അറേബ്യയിൽ തപസ് ചെയ്ത് മരുഭൂമിയിൽ ഏതന്തോട്ടം പണിത് തനിക്ക് പിതാവ് തനിക്ക് തന്ന പുത്രൻ ഞാൻ അവനെ ശരിക്കും മനസ്സിലാക്കിയില്ല. അവനിൽ നിന്നാണ് എല്ലാം പുറപ്പെട്ടത്. 2-ാമത്തെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്താ പറയുന്നത്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും ഇഷ്ടയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വം തന്നാണ് സകലതും. ആ സകലത്തിനകത്ത് നമ്മളില്ലേ? ഈ വിശ്വാസ പ്രമാണം ഇത്രയും നാൾ ചൊല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ബോധ്യമായോ? ഇല്ല. ഇപ്പോഴെങ്കിലും ബോധ്യമായോ? അതിനെവിടെ കൊണ്ടുവന്നത്? അങ്ങനെയാണെങ്കിൽ കുടിശ്ശിക തീർത്ത് നന്ദി പറഞ്ഞോട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് പിതാവ് പുത്രനിൽ കൂടിയാണ്. പുത്രനാണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. പരിശുദ്ധാത്മാവാണ് എന്നെ ഈ പരുവത്തിൽ നയിക്കുന്നത്. അവനാണ് എന്നെ പൂർണ്ണനാക്കുന്നത്. പിതാവ് സൃഷ്ടിക്കുന്നു, പുത്രൻ രക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവ് എല്ലാം പൂർത്തീകരിക്കുന്നു. അപ്പൊ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല, ഒന്നും പൂർണ്ണമാകില്ല. അതിന് നന്ദി പറയാനാണ് നമ്മൾ ആരാധന സ്ഥലത്ത് വരുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് നന്ദികേടാണ്, അത് പാപമാണ്, അത് അനീതിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. 38 കൊല്ലം കൊളക്കരയിൽ കിടന്നു ആ മനുഷ്യൻ. പിതാവിനാൽ ശിക്ഷിക്കപ്പെട്ട്, പുത്രനാൽ രക്ഷിക്കപ്പെട്ട്, പരിശുദ്ധാത്മ നിറവിൽ പൂർണ്ണതയിലേക്ക് പ്രാപിക്കാൻ നിയോഗിക്കപ്പെട്ടവനെ. പക്ഷെ അവന് കിട്ടിയോ? അവന് കിട്ടിയപ്പോൾ 38 കൊല്ലം തളർന്നു കിടന്നവൻ ഒരു 20-ാമത്തെ വയസ്സിൽ തളർന്നെന്നിരിക്കട്ടെ. 20-ാമത്തെ വയസ്സിൽ നല്ല യൗവനത്തിൽ കിട്ടിയ യൗവനവും കിട്ടിയ ശക്തിയും ആരോഗ്യമെല്ലാം പാപം ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പൊ അവന് തളർന്നു. 38 കൊല്ലം തളർന്നങ്ങ് കിടന്നു. അവന് അത് കഴിഞ്ഞ് 38-നോട് 20 കൂട്ടി എത്രാമത്തെ വയസ്സാണ്? 58-ാമത്തെ വയസ്സിൽ സൗഖ്യം കിട്ടി, നല്ല ആരോഗ്യം. പക്ഷെ പണി ചെയ്യാൻ അറിയാൻ പാടില്ല. തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം വന്നപ്പോൾ അവന് എന്തിനാ ജീവിക്കുന്നതെന്നറിയാൻ പറ്റില്ല, എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ നിരാശയിൽ യേശുവിനെ വെറുക്കുകയാണ്. അവനെ ഒന്നാമത് സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയാൻ
അവന് കഴിയാതെ അവൻ പിറുപിറുപ്പും പരുവും പരാതി അത്യാഗ്രഹവും കൊണ്ട് നടന്നതുകൊണ്ട് ആദ്യം തിന്മയായി ഭവിച്ചു. എന്ത് സംഭവിച്ചു? അവൻ യേശുവിനെ കുശിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടി. നമ്മൾ യേശുവിനെ കുശിക്കുന്നില്ലെന്ന് പറയാനുള്ളൂ. കർത്താവിനെ കുശിക്കാത്തവരെ കിട്ടുന്ന ദൈവിക്കാണ്. കുശിക്കുക, ആ ബോധം വന്നാൽ നല്ല കാര്യം. പക്ഷേ നമുക്ക് ആ ബോധം വരാൻ വിഷമമാണ്. പൗലോസ് ശൗലായിരിക്കുന്ന കാലത്ത് നല്ല ഗമാലിയലിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉണ്ട്, നല്ല PhD ഉള്ളയാണ്, ഡിഗ്രി ഉള്ളയാളാണ്, നല്ല വേദോസം മുഴുവൻ അറിയാം, പഴയ നിയമം മുഴുവൻ പഠിച്ച ആളാണ്, പരമഭക്തനാണ്, സഭാസേവനം ഭയങ്കരം. പോലീസ് അധികാരത്തിൽ ക്രിസ്ത്യാനികളെല്ലാം കൊന്നുപിടിക്കുന്ന പുണ്യമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ നട്ടുച്ചയ്ക്ക് വന്ന് ചോദിച്ച ചോദ്യം എന്നാ, ശൗലേ നീ എന്നെ അത് അപ്പോഴാണ് ഇത് ഞാൻ അറിയുന്നില്ലല്ലോ, ഞാൻ അറിയാതെയാണല്ലോ നിന്നെ എന്തിനാണ് ഉപദ്രവിച്ചത്. അങ്ങനെ ഒരു അറിവില്ലായ്മ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും അങ്ങനെ ഒരു അജ്ഞത കാണും. മനസ്സിലായോ? എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും ഏതെല്ലാം ഡിഗ്രി ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിനെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ആദ്യം അറിയേണ്ടത്. ഉപദ്രവിച്ചിട്ടില്ലാത്തവർ ആരും കൈവക്കിട്ടില്ല, എല്ലാവരും സംബന്ധിച്ച് ഉപദ്രവിക്കുന്നവരാണത്. അത് കർത്താവിന് ചോദിച്ച, കർത്താവ് ഞാൻ എങ്ങനെയെല്ലാം നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും നിന്നെ ഏതെല്ലാം വിധത്തിൽ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം, ഞാൻ ഇനിയും ഉപദ്രവിക്കുന്ന പരിപാടിയില്ല, ഞാൻ ജീവിച്ചാൽ ഉപദ്രവിച്ചിരിക്കും. പൗലോസ് തീരുമാനിച്ചതിനാണെന്നറിയാമോ? ഞാൻ ജീവിച്ചാൽ നിന്നെ ഉപദ്രവിക്കുകയുള്ളൂ. കാരണം എൻ്റെ സ്വയം അത്രയ്ക്ക് കടന്നതാണ്, എൻ്റെ സ്വയം പിശാചിന്റെ ഒളിപ്പിടമാണ്. അതുകൊണ്ട് ഞാൻ ഇനി ജീവിക്കുന്നില്ല, നീ അങ്ങ് ജീവിച്ചോ. അപ്പൊ പരാതി വരികയില്ലല്ലോ. അപ്പൊ ആ പരാതി വരാതിരിക്കാൻ ചെയ്ത പണി എന്നാ? ഞാൻ ഇനിയും ജീവിക്കുന്നില്ല, ഒടേക്കാരാ നീ തന്നെ ജീവിച്ചോ. അതാണ് ഗലാത്യർ 2:20. ഗലാത്യർ 2:20 നീ ഇനി ജീവിക്കുന്നത് ഞാനല്ല. അത് ഏത് ബോധ്യത്തിലാ? ഞാൻ ജീവിച്ചാൽ എൻ്റെ വാക്ക് എൻ്റെ പ്രവൃത്തി ചെയ്യുന്ന നിനക്ക് ഉപദ്രവമായിരിക്കും. അതുകൊണ്ട് ഇനി മേലെ അങ്ങനെ വരാതിരിക്കാൻ ഒരേക്കാരാ നീ തന്നെ അങ്ങ് ജീവിച്ചു, ഞാനത് കണ്ടാൽ ആനന്ദിച്ചോളാം. അങ്ങനെ പൂർണ്ണമായി പൗലോസ് ജീവിതം സമർപ്പിച്ചപ്പോൾ യേശു തന്നിൽ ജീവിക്കുകയും വളരുകയും മരിക്കുകയും ഉയർക്കുകയും സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന കണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം സുവിശേഷത്തിനായി തീർന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലകാര്യം സുവിശേഷത്തിനാകുന്നുണ്ടോ? 1 കൊരിന്ത്യർ 9:12. 1 കൊരിന്ത്യർ 9 അവസാനം ഇന്നലെ കഴിഞ്ഞ ദിവസം വായിച്ചതാ. പൗലോസിന് ഈ ബോധ്യം വന്നു, തന്നിൽ യേശു തന്നെ ജീവിക്കുന്നെന്ന് ബോധ്യമായപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും സുവിശേഷത്തിന് ഉതകി. കക്ഷതയോ ആപത്തോ നഗ്നതയോ ആളോ എന്ത് സംഭവിച്ചാലും അത് സുവിശേഷത്തിനായി തീർന്നു. നിങ്ങൾ കണ്ടോ? 1 കൊരിന്ത്യർ 9 ഏത് ഭാഗത്താണ് സകലതും സുവിശേഷത്തിനായിട്ട് ഉതകി എന്ന് എഴുതിയിരിക്കുന്നത്? അത്ര 12 9:12 1 കൊരിന്ത്യർ 9:12 നോക്കിയാട്ടെ. അവൻ സുവിശേഷത്തിന് വേണ്ടി തനിക്ക് ഉപയോഗിച്ച സകലതും പ്രയോജനപ്പെടുത്തിയെന്നാണ് പൗലോസ് പറയുന്നത്. എത്രാം വാക്യ? 1 കൊരിന്ത്യർ 9:12 എല്ലാം പറയുന്നു. പൗലോസ് സംഭവിച്ച സകലതും അനേകരെ സുവിശേഷം അറിയിക്കുവാനും അനേകരെ നേടുവാൻ താൻ ഉപയോഗിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിക്കാതെ സകലവും സഹിച്ചു. അപ്പൊ അങ്ങനെ ദൈവത്തിന് വേണ്ടി സകലതും പ്രയോജനപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ചുരുക്കം, പൗലോസ് മനസ്സിലായി തന്നെ യേശുവിനെ ഉപദ്രവിച്ചൊരു കാലം ഉണ്ടെന്ന് വെളിപ്പാട് കിട്ടിയപ്പോഴാണ്. ആ വെളിപ്പാട് തന്റെ ഉച്ചയ്ക്ക് കൊടുത്തുകൊണ്ടാണ് സമ്മതിച്ചത്. രാത്രിയിൽ എങ്ങനെ പേഗിനാവാണെന്ന് പറഞ്ഞത്, രാത്രി വരാൻ. കാരണം അത്രയ്ക്ക് ബുദ്ധിമാനാ, അത്രയ്ക്ക് യുക്തിയും ബുദ്ധിയും ഒക്കെ വളരെ ജോസോറാണ്. അപ്പൊ എപ്പോഴും ഫിലിപ്പിയർ 1:12 സകല സുവിശേഷത്തിനായിട്ട് ഉപകരിച്ചെന്ന് പലയിടത്ത് എഴുതിയിട്ടുണ്ട്. ഈ കാര്യം പല ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞതിന് ചുരുക്കം, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകുന്നത് എന്തിനാണ്? നമ്മൾ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? പൗലോസ് നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ വന്നാൽ തന്റെ കണ്ണ് പൊട്ടിച്ച് താഴെ ഇട്ടതിന് ശേഷമാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത്. അല്ലാതെ രാത്രിയിലായിരുന്നെങ്കിൽ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. കാരണം പേഗിനാവാണെന്ന് പറഞ്ഞേനെ, അല്ലെങ്കിൽ ഹാലൂസിനേഷനാണെന്ന് പറഞ്ഞേനെ. അത് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു വാക്കാണ് ഹാലൂസിനേഷൻ. ഇത് ഹാലൂസിനേഷനും അല്ല, ഇത് പേഗിനാവുമല്ല. സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിലാണ് ഈ സത്യം ഉണ്ടായിരിക്കുന്നത്. സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ തനിക്ക് സംഭവിച്ചുകൊണ്ട് എതിർക്കാനൊക്കെ ഇല്ല. തന്റെ കണ്ണ് പൊട്ടി 3 ദിവസം കഠിന ഉപവാസം. അപ്പോൾ അനന്യാസം എന്ന് പറഞ്ഞ ഒരാളെന്ന് തലയെ കൈവച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലൊരു സാധനം താഴോട്ട് പോയി പുതിയ കാഴ്ച ലഭിക്കുന്നു. ആ പുതിയ കാഴ്ച വേറെ ആളുടെ കയ്യിൽ കൂടിയാണ് കിട്ടുന്നത്. ആ അഭിഷേകം ജ്വലിപ്പിച്ച് ആ അഭിഷേകം തന്നിലേക്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് കാര്യം മനസ്സിലായി. താൻ സ്നാനമേറ്റ് കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് ദൈവരാജ്യം കാണുന്നവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവനുമായി
അനേകരെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാണ്ട് കൊണ്ടാൻ മാറിയിരുന്ന് ശക്തി പ്രാപിച്ചു. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ലഭിച്ചതെല്ലാം സുവിശേഷത്തിനായിട്ട് ഉതകിയോ? ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്. ഈ കൂട്ടത്തിൽ ജോലിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് വരുന്നിരിപ്പുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലിയില്ല, അവർക്ക് ജോലി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടിയിട്ട് ശമ്പളം പോരാ എന്ന് പറയുന്നവരുണ്ട്. ശമ്പളം തികയില്ല, ചെറിയ ശമ്പളമേ ഉള്ളൂ, ജോലിയുണ്ട്. ജോലി കിട്ടിയിട്ട് ശമ്പളം ഒട്ടും കിട്ടാത്തവരുണ്ട്. ഗൾഫിലൊക്കെ പോയിട്ട് കേസായിട്ട് പണി ചെയ്ത് തീർക്കുക, പക്ഷേ ശമ്പളം കിട്ടുന്നില്ല. ഇപ്പം ഏതെല്ലാം ഇനക്കാരാ പണി ചെയ്തിട്ട് പഠിച്ചിട്ട് ജോലി കിട്ടാത്തവർ, പഠിച്ചിട്ട് ജോലി കിട്ടിയതിന് ശമ്പളം കുറവ്, വേറെ കൂട്ടർ എത്ര പണിതിട്ടും ശമ്പളം കിട്ടുന്നില്ല. ഈ 3 പേർക്ക് ആശ്വാസത്തിനുള്ള ഒരു സന്ദേശം ഇവിടെയുണ്ട്. മാമോദിസ ഏറ്റപ്പത്തിന് നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ? അതെന്നറിയാം. മാമോദിസ ഏകാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് കൈവയ്ക്കട്ടെ. ആരും കൈവക്കുന്നില്ല. അപ്പം എല്ലാവരും മാമോദിസ ഏറ്റവരാ. മാമോദിസ ഏറ്റവർക്കെല്ലാം ദൈവം അന്നേരം കൊടുത്തൊരു ജോലിയുണ്ട്. ആ ജോലി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ ജോലി എന്നാണെന്നറിയാവോ? സാത്താനെ ഉപേക്ഷിച്ച് മെസ്സിയായെ സ്വീകരിച്ചിട്ട് യേശുവിൻ്റെ സാക്ഷിയാകാനായിട്ടുള്ള സുവിശേഷപരമായ നടപടികളിലേക്ക് ആനയിക്കപ്പെടും എന്നൊരു പ്രവചനം മാമോദിസയുടെ അന്നുണ്ടായിരുന്നു. ആ ബോധമുള്ളവർക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് കരയുമോ? എന്താ കരയുടെ കാര്യമുണ്ടോ? ആ ജോലി നിങ്ങൾ ആദ്യം ചെയ്യുക. അതാ മെയിൻ ജോലി. അങ്ങനെ മെയിൻ ജോബും സബ്സിഡറി ജോലികളുമുണ്ട്. മനസ്സിലായോ? കോളേജിൽ പഠിക്കുമ്പോഴേ മെയിൻ സബ്ജക്റ്റും സബ്ബുകളും സബ്സിഡിയറികളുമുണ്ട്. ആദ്യം പഠിക്കേണ്ട ഏതാ? മെയിനിൻ്റെ കൂടെ സബ്ബും പഠിക്കേണ്ട. രണ്ടും പാസ്സായാലേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ദൈവരാജ്യ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരാണ്. ദൈവരാജ്യ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ സുവിശേഷ വേല ചെയ്യാനുള്ള ഉദ്യോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് മെയിൻ ജോലി. സബ് എന്നാണെന്നറിയാം? സബ് ഡോക്ടർ പണിയോ നേഴ്സ് പണിയോ ടീച്ചർ പണിയോ എഞ്ചിനീയർ പണിയോ ഒക്കെ സബ്ബാ. നമ്മൾ സബ് നോക്കിക്കൊണ്ടിരിക്കുക, മെയിൻ ചെയ്യുന്നുമില്ല. അപ്പം മെയിൻ ചെയ്താലേ സബ് വരുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ജോലി ഇല്ലാത്തവർ ഇനി പരിഭവിക്കണോ? മെയിൻ പണി അങ്ങ് ചെയ്തോ. ഏതാ മെയിൻ പണി? സുവിശേഷ വേല. സുവിശേഷ വേല ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ രാത്രിയും പോലും ചെയ്താൽ തീരാത്ത പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് സ്പെഷ്യലായിട്ട് സബ്ബായിട്ട് വേറെയും പല പണികൾ കിട്ടും. ഇങ്ങനെ രാത്രിയും പോലും ചെയ്താൽ തീരാത്ത ജോലി കിട്ടും. ജോലി ചെയ്യുന്നത് ആഹാരവുമാകും. അങ്ങനെ കിട്ടണം. വേല ദഹിക്കുന്നത് ആഹാരം. അപ്പോൾ വേല ദഹിക്കുന്നത് ആഹാരമായി. ചേഞ്ച് ഓഫ് വർക്ക് ഈസ് റെസ്റ്റ് എന്ന് പറഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ പണിയേണ്ടി വരും. 24 മണിക്കൂറും പണിയാം. ഒരു ജോലി കഴിഞ്ഞ് അടുത്ത പണി തുടങ്ങിയാൽ മതി. അത് ആത്മാവിലായിരിക്കണമെന്ന് മാത്രം. അങ്ങനെയും ജോലി ചെയ്യുന്നവരുണ്ട്. റെസ്റ്റ് ഇല്ലാതെ പണിയേണ്ടി വരും. എമർജൻസി കാഷ്വാലിറ്റി ജോലി കിട്ടിയാൽ യുദ്ധക്കളത്തിൽ പോയാൽ ഉറങ്ങാനും പോകും. വെടി വരുമ്പോൾ ഉറങ്ങാനും പോകും. വെടിയുണ്ട നിന്ന് കഴിഞ്ഞാൽ ഉറങ്ങാനും പോകും. അതുവരെ അവിടെ ഒന്ന് പോരാടുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ആദ്യത്തെ മെയിൻ പണി ഇതുവരെയും ചെയ്യാത്തതിന് ക്ഷമ ചോദിച്ച് അതിന് ഒന്ന് കുമ്പസാരിക്കണം. നോമ്പെടുക്കുന്നവർക്ക് കുമ്പസാരിക്കണം. കർത്താവേ, നീ എനിക്ക് മാമോദിസയിൽ ജോലി തന്നാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സബ്ബ് തപ്പി നടക്കുക. സബ്ബും ഇല്ല, മീനും ഇല്ല, ക്ഷാമവും. അതുകൊണ്ട് ഇന്നു മുതൽ സത്യകുമ്പസാരം നടത്തി ജോലി കിട്ടിയെന്ന് നന്ദി പറയുക. ആ ജോലി കിട്ടണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 18 വാക്യത്തിലുണ്ട്. റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ ദൈവരാജ്യ കോളേജിൽ പാസ്സായാൽ, ദൈവവിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പായി കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്നൊരു ജോലിയുണ്ട്. ക്രിസ്തുവിനെ സേവിക്കുന്നവർ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കും. അപ്പം നമ്മൾ സുവിശേഷ വേല മെയിൻ സബ്ജക്റ്റായിട്ട്, മെയിൻ ജോലിയായിട്ട് ഏറ്റെടുത്ത് വീട്ടിലും നാട്ടിലും പള്ളിയിലും ആശുപത്രിയിലും ഓഫീസിലും എല്ലാം യേശുവിനെ സാക്ഷിക്കുന്ന പരിപാടിയാണ്. അതങ്ങ് ചെയ്യാമെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഏതാ സർട്ടിഫിക്കറ്റ്? മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമാണ്. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പെണ്ണ് കിട്ടാനും ജോലി കിട്ടാനും ഒരു മടുപ്പും വരികയില്ല. നല്ല പെണ്ണിനെ കിട്ടും, നല്ല ജോലിയും കിട്ടും, നല്ല ഓഫീസും കിട്ടും, ഫസ്റ്റ് റാങ്ക് വരെ പാസ്. അപ്പം അതുകൊണ്ട് മുമ്പേ അവർ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ വേണ്ടതെല്ലാം തേടി വരുമെന്നാണ് വന്നിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം തേടി വന്നില്ല, അതിൻ്റെ അർത്ഥം സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം നക്കാപ്പിച്ചപ്പോൾ കിട്ടുന്നുള്ളൂ. കാര്യം എന്നാ? മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിക്കാൻ ദൈവം തെളിയിച്ചിട്ടില്ല. അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കണം. ക്രിസ്തുവിനെ സേവിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അത് നിങ്ങളുടെ വീട്ടിലും നാട്ടിലും എല്ലാം ചെയ്തു. ഇപ്പം ജോലി ഇല്ലാത്ത ഒരു പയ്യനെന്താ ശുശ്രൂഷയ്ക്ക് കൂടെ ജോലി കിട്ടിയില്ലേ? ഇവിടെ പഠിച്ചിട്ട് ജോലി ഇല്ലാത്തൊരു പയ്യനെ ശുശ്രൂഷയ്ക്ക് കൂടിക്കൊള്ളാൻ പറഞ്ഞു. ശുശ്രൂഷ കൂടിയ പയ്യനെ വിദ്യാഭ്യാസം നല്ലയുള്ള ആളാണ്, ജോലിയില്ലെന്ന് വന്നത്. ഇപ്പം ജോലി കിട്ടിയോ? കർത്താവിനെ സേവിക്കുകയായിരുന്നു. ശമ്പളമുണ്ട്. ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും അതിന് ബാങ്ക് ഓഫ് അതിനൊരു പുതിയ ക്രെഡിറ്റ്, ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു.
അപ്പൊ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും അതിനെ ഉടനെ അന്നേരം തന്നെ ബാങ്ക് ഭവനിൽ ക്രെഡിറ്റ് ചെയ്യും. ATM കാർഡ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആവശ്യത്തിന് അവിടുന്ന് എടുക്കുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സേവിച്ചാൽ മതി. ക്രിസ്തുവിനെ സേവിക്കണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിൽ സന്തോഷം വേണം. പരിശുദ്ധാത്മാവിൽ സന്തോഷം വേണമെങ്കിൽ സമാധാനം നദി പോലെ കിട്ടണം. നദി പോലെ സമാധാനം കിട്ടുന്ന പിതാവ് പറഞ്ഞതെല്ലാം പഠിക്കണം. വേദോസം മുഴുവൻ പഠിക്കണം. ആ പണി അങ്ങ് ചെയ്യാവോ? എന്നാ ജോലിയും കൊണ്ട് പോകും. വേദോസം മുഴുവൻ വായിച്ച് ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് സന്തോഷിച്ച് പരിശുദ്ധാത്മ പറയുന്നത് ജോലി ചെയ്താൽ മതി. നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും, നല്ല പെണ്ണിനെ കിട്ടും. എപ്പോഴാണ് യോസേപ്പിന് നല്ലൊരു പെണ്ണിനെ കിട്ടിയെന്നറിയാമോ? യോസേപ്പിന് ഒരു പുരോഹിതന്റെ മകളെ തന്നെ കല്യാണമായിട്ട് കിട്ടി. എവിടെ? പോത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോവേണ്ട രക്ഷപ്പെട്ട്. പോത്തിഫേറിന്റെ ഭാര്യ കള്ളഭാര്യയായിട്ട് വന്നു. എനിക്കിതിനെ വേണ്ട, എനിക്ക് വേണ്ട, ദൈവം തരാത്ത വേണ്ട എന്ന് ഓടിപ്പോയ കള്ളക്കേസ് ഉണ്ടായെങ്കിലും അവൻ ഭക്ഷ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ആവശ്യമായി ഇവനൊരു ഭാര്യയെ കൊടുക്കേണ്ടത്. നല്ല മിടുക്കനായ ഒരു അച്ഛൻ്റെ മകളെ തന്നെ ഉണ്ട് കൊടുത്തു. നല്ല മിടുമിടുക്കൻ 2 പിള്ളേരെയും കിട്ടി. അവിടെ പേരെന്നാ? മനസ്സിലായോ? വേണോ? നല്ല പിള്ളേരെ വേണോ? നല്ല ഭാര്യയെ വേണോ? നല്ല ജോലി വേണോ? സർട്ടിഫിക്കറ്റ് ആദ്യം വാങ്ങി. അത് മനുഷ്യർക്ക് കൊള്ളാം, ദൈവത്തെ പ്രസാദിക്കും. അപ്പം തൊഴിലില്ലായ്മ ആർക്കും ഇല്ലല്ലോ, എല്ലാവർക്കും ജോലി കിട്ടിയല്ലോ. ആ ജോലി ആദ്യം പരിശുദ്ധാത്മാവാണ് കൃപായുഗത്തിൽ ആ പണി ഏറ്റെടുത്തത്. ഏതാ? ഉറച്ചിരുന്ന കല്യാണം കൂടെ മാറ്റി വെച്ചിട്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നിന്റെ വാക്ക് പോലെ വഹിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ജോലി കിട്ടി. അതെന്തായിരുന്നു? വചനത്തെ മാംസം ധരിച്ച് പ്രസവിച്ചു കൊടുക്കുക. ചെയ്തോ? നമുക്ക് ആകായി പണി. നമ്മുടെ ദേഹിയുടെ മണ്ണിൽ ഒരു കന്യകയാണ്. കന്യകയായിരുന്നുകൊണ്ട് തന്നെ വചനത്തെ ഗർഭം ധരിച്ച് മാംസം ധരിച്ച് യേശു കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൊടുത്താൽ മതി. മാതാവിനെ എടുത്തുകൊണ്ട് പോയപോലെ നമ്മളെ എടുത്തുകൊണ്ട് എപ്പോഴും കല്യാണ മണ്ഡപത്തിൽ എത്താറ്. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി മാതാവ് ഇപ്പോൾ നിങ്ങൾക്ക് ആ സമ്മാനം തരാൻ പോവാണ്. ജോലി ഇല്ലാത്തവർക്ക് ജോലി, ജോലിയുള്ളവർക്ക് ശമ്പളം, ശമ്പളം ഇല്ലാത്തവർക്ക് ശമ്പളം എല്ലാം കർത്താവായിട്ട് തരും, ആത്മാവ് തരും. അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ധ്യാനം, പ്രാർത്ഥനയും ധൂപപ്രാർത്ഥനയും തുടരുകയാണ്. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞാൽ 101 സന്ദേശത്തിന്റെ പ്രകാരം കർത്താവിന് നന്ദി പറയുകയാണ്. നന്ദി പറയാത്തവരുടെ ഹൃദയം ഇരുണ്ടു പോകുമെന്ന് റോമർ 1:21 ഇരുണ്ടു പോയാൽ ആ ഇരുണ്ട സ്ഥലത്ത് ഇരുണ്ട ജീവികൾ വസിക്കും. അങ്ങനത്തെ അവർ ഭൂതങ്ങളായി മാറും. നമുക്കിന്ന് സൗഖ്യം കിട്ടാത്തതും കിട്ടിയാൽ നിലനിൽക്കാത്തതും നമ്മൾ ദൈവത്തെ സ്തുതിക്കാത്ത സമയത്തിലെ നമ്മുടെ ശക്തി ഭൂതങ്ങൾ വലിച്ചെടുത്ത് ഭൂതങ്ങളുടെ ഒളിപ്പടങ്ങളായി നമ്മുടെ ജീവിതം മാറുമ്പോൾ ആ അനുഗ്രഹം കിട്ടിയ ഭൂതം കൊണ്ടുപോവുക. നമുക്ക് അനുഭവിക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് സ്തുതിക്കാതിരിക്കുന്ന സമയത്ത് വിചാരിച്ചോ നിങ്ങളുടെ മഹത്വം ആരും കൊണ്ടുപോവുക? മറക്കരുത്. ശ്വാസം വലിക്കുന്ന പോലെ സ്തുതിച്ചോണോ. അല്ലെങ്കിൽ സ്തുതിക്കാത്തപ്പോൾ വിചാരിച്ച് പറയുന്നത് ഇപ്പം അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഇടപെടാതെ സ്തുതിക്കണമെന്നല്ലേ പറഞ്ഞത്. ഇപ്പം അവർ സ്തുതിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ അവിശ്വാസിയാണ് എൻ്റേതാണെന്ന് പറയും, കയറും. മനസ്സിലായോ? അപ്പം നമുക്ക് സ്തുതിക്കാനൊക്കെ ഉറങ്ങുമ്പോൾ ആരോട് പറയണം? കാവൽ മാലാഹയെ നിങ്ങൾ സ്തുതിച്ചോണം, പ്രാണക്കുട്ടികളെ നിങ്ങൾ സ്തുതിച്ചോണം. എൻ്റെ ശരീരം ഒന്ന് ഉറങ്ങാൻ പോവുക, എൻ്റെ നാവ് കൊണ്ടുള്ള സ്തുതി ഞാൻ നിർത്തിയാലും എൻ്റെ പ്രാണന്റെ സ്തുതി നിൽക്കരുത്, എൻ്റെ ദൂതന്റെ സ്തുതി നിൽക്കരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ആര് കയറും? ആ കാര്യം തീരുമാനിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശമാണ് നിങ്ങൾ കേട്ടത്. ഇനിയും സന്ദേശം പ്രാർത്ഥനയാക്കി മാറ്റണം, അപ്പോൾ പ്രശ്നം തീരുള്ളൂ. അപ്പോൾ ഇന്ന് കേട്ട സന്ദേശം പ്രാർത്ഥിച്ചവരല്ല, പ്രാർത്ഥനയുടെ മറുപടിയാണ്. മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഇന്നലെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു വന്നവരെ അനുഗ്രഹിക്കണമെന്ന്. വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, വരുന്നവരെ അനുഗ്രഹിക്കണമെന്ന്. പലരുടെയും പ്രാർത്ഥന ദൈവം കേട്ടിട്ട് പത്രോസിന്റെ അമ്മായിയമ്മയെ കർത്താവ് കാണാൻ പോയ പോലെ ഇവിടെയും കാണാൻ വന്നിട്ടുണ്ട്. കർത്താവ് അർഹതയുള്ള സൗഖ്യം തരാൻ പോവുക, അർഹതയുള്ള അനുഗ്രഹം തരാൻ പോവുക. നിലനിൽക്കണമെങ്കിൽ സ്തുതി നിർത്താൻ പാടില്ല, നിന്നാൽ ആരുണ്ടോ? അപ്പോൾ കേട്ട വചനം പ്രാർത്ഥനയാക്കി മാറ്റണം. അത് അഭിഷിക്തനായ അച്ഛന് ആ ചുമതല കൊടുക്കുകയാണ്. അച്ഛൻ അത് വേണം വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവാത്മാവ് പറയട്ടെ. കേട്ട വചനം മുഴുവൻ പ്രാർത്ഥനയായി മാറേണ്ട സമയമാണ്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം വചനം മാംസം ധരിക്കാൻ തുടങ്ങും. കന്യാമറിയാൻ കേട്ട വചനം പ്രാർത്ഥനയാക്കി. പ്രാർത്ഥന എന്നാൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മിനിറ്റിൽ വചനം മാംസമാകാൻ തുടങ്ങി. ഇപ്പോൾ കേട്ട വചനം മാംസമാകാൻ തുടങ്ങിയാൽ മതി. സൗഖ്യം വേണ്ടിയവർക്ക് സൗഖ്യം, ജോലി വേണ്ടിയവർക്ക് ജോലി, ശമ്പളം കൂടിയവർക്ക് വേണ്ട ശമ്പളം, സമാധാനം വേണ്ടിയവർക്ക് എന്നാ. മുമ്പേ രാജ്യവും നീതി അനുസരിച്ച് പരിശുദ്ധാത്മാവ് സന്തോഷിക്കാൻ ഒത്താൽ മതി. വേണ്ടതെല്ലാം നമ്മളെ തേടി വരും. ബഹുമാനമുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, എപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞോളാം. ഐക്യങ്ങോട്ട് മഹാപുരോഗീത ഉറപ്പിക്കന്നെ നാഗ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ
മുറ്റം നിറഞ്ഞു. കർത്താവെ താൽക്കാലികമായി കർത്താവെ ഞങ്ങളുടെ ദേവിയുടെ മണ്ഡലത്തിലൂടെ ശരീരത്തിലൂടെ കർത്താവെ ആത്മാവിലൂടെയാണ് സൗഖ്യം കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകാതെ ഞങ്ങൾക്ക് കിട്ടിയ ശരീരത്തിൽ കിട്ടിയ സൗഖ്യം കർത്താവെ അത് പല വിധത്തിലും ഞങ്ങൾ ദുർവിനിയോഗപ്പെടുത്തിയതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ചുള്ള അവസ്ഥയുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവ്. ഇന്ന് മുതൽ ഞങ്ങളുടെ ദേവിയിലൂടെ ആരംഭിക്കുന്ന സൗഖ്യം കർത്താവെ ശരീരത്തിലും ആത്മാവിലും എത്തിച്ചേർന്ന് കർത്താവെ അവിടുന്ന് കിട്ടുന്നിടം വരെയുള്ള സൗഖ്യം ഞങ്ങൾക്ക് വേണ്ടത് കർത്താവെ. അതുകൊണ്ട് കർത്താവെ ഞങ്ങൾ 38 വർഷം കർത്താവ് കുളക്കരയുടെ കിടന്ന ആ രോഗിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. അവനോട് കർത്താവ് വന്ന് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? അപ്പം നല്ല മനസ്സ് രോഗികൾക്ക് കർത്താവെ സൗഖ്യമാകാനുള്ള മനസ്സുണ്ടെങ്കിൽ കർത്താവെ അവൻ്റെ മനസ്സറിയാൻ വേണ്ടി കർത്താവ് വീണ്ടും ചോദിച്ചു, മനസ്സുണ്ടോ? എൻ്റെ കർത്താവ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ കർത്താവിനെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ് നടന്നവനെ ആ കിട്ടിയ സൗഖ്യം കർത്താവെ പക്ഷേ ദുർവിനിയോഗപ്പെടുത്തിയല്ലോ കർത്താവെ. അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് ഇനിയും പാപം ചെയ്യരുതെന്ന് പറഞ്ഞ വചനം വിട്ടുപോയി കർത്താവെ. അവിടുന്ന് കർത്താവെ പാപത്തിന്റെ അവസ്ഥയിലേക്ക് ആ സൗഖ്യം കൊണ്ടെത്തിച്ചു. ഞങ്ങളുടെ കിട്ടുന്ന ഞങ്ങളുടെ ദേഹത്തിന്റെ ദേഹികൾ പലപ്പോഴും പല സൗഖ്യങ്ങൾ കിട്ടാറുണ്ട് കർത്താവെ. ആ സൗഖ്യം ഞങ്ങളെ കർത്താവെ പാപത്തിലേക്ക് എത്തിച്ചേർത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി കർത്താവെ ഞങ്ങൾക്ക് ഒരു മോചനമാണ് വേണ്ടത്. ഞങ്ങൾക്ക് സൗഖ്യമല്ല വേണ്ടത്. ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് യേശുവിനെയാണ് കർത്താവെ. യേശുവിനെ വേണം, യേശുവിന്റെ പരിശുദ്ധാത്മാവിനെ വേണം. ദൈവേഷ്ടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഇത് നടന്നതിന് ശേഷം ഞങ്ങൾക്ക് സൗഖ്യം മതി കർത്താവെ. അതുകൊണ്ട് കർത്താവ് പോയ കുരിശെടുത്തുകൊണ്ട് പോയ വഴിയിലൂടെ തന്നെ ഞങ്ങൾക്കും കുരിശെടുത്തുകൊണ്ട് വരണം കർത്താവെ. കർത്താവ് പോയ പാതയിലൂടെ തന്നെ ഞങ്ങൾക്കും പോകണം കർത്താവെ. കർത്താവ് തേജസ്സോടെ വരുമ്പോൾ ആ തേജസ്സോടുകൂടെ ഞങ്ങൾ എടുക്കപ്പെടണം കർത്താവെ. ആ തേജസ്സുള്ള കർത്താവിന്റെ തേജസ്സോട് വരാൻ ഞങ്ങൾക്ക് മാറണം കർത്താവെ. അതുകൊണ്ട് പൂർണ്ണമായി ഞങ്ങൾക്ക് തേജസ്സൊന്നുമില്ല. കർത്താവ് വരാൻ താമസിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇതുവരെ ഞങ്ങൾ വേണ്ട പോലെ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. കർത്താവിനെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ചൊരവസ്ഥ കർത്താവെ. ദൈവകോപം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ പലതുകൊണ്ട് ഞങ്ങൾ അനുസരണക്കേട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെ. തന്നിഷ്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, സ്വയം ജഡവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇതൊന്നും പറിച്ചറിയാതെ ഞങ്ങൾ ജീവിക്കുന്നതുകൊണ്ടാണ് ദൈവയിഷ്ടം ഞങ്ങൾ നഷ്ടപ്പെടുത്തി കർത്താവെ. ഞങ്ങൾ കിട്ടിയ സൗഖ്യം ഞങ്ങൾ കർത്താവിനെ ദുർവിനിയോഗപ്പെടുത്തി കർത്താവിനെ കുറിച്ചിട്ട് നിൽക്കാതെ അത് അകന്നുപോയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണം കർത്താവെ. ഇനി ഞങ്ങളെ പൂർണ്ണമായ ഒരു പുതിയ സൃഷ്ടികളായി മാറ്റുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യർക്ക് കൊള്ളാവുന്ന തീരുവാൻ, നീതി സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷം അനുഭവിച്ച് ഞങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവാദത്തിന് ലോകത്തിന് ഞങ്ങൾ അനുരൂപരാകാൻ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാക്കണം കർത്താവെ. ഞങ്ങൾക്ക് നല്ലൊരു രൂപാന്തരത്തിന്റെ അനുഭവം, നല്ലൊരു മനസ്സാക്ഷിയും ഞങ്ങളുടെ പൂർവ്വയിലൂടെ പാപശാപങ്ങൾ കയറി വന്ന വഴികളിലൂടെ അല്ലാതെ അടച്ച് നല്ല അനുഗ്രഹത്തിന്റെ ഒരു പാത്രമായി മാറുമെന്ന കൊണ്ട് കർത്താവെ. യോസേഫ് അനുഗ്രഹത്തിന്റെ പാത്രമായി മാറിയത് പൊത്തിക്കാരന്റെ ഭവനത്തിൽ നിന്ന് വിട്ടോടിയതെങ്കിൽ കർത്താവ് തരാത്തത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ വിട്ടോടിയപ്പോൾ ആ ഘട്ടത്തിലൂടെ ചേരാത്ത തിന്മടാത്ത അവസ്ഥ എത്തിച്ചപ്പോൾ നല്ലൊരു പുരോഹിതനെ മകളെ ഭാര്യയായിട്ട് കിട്ടുകയോ ഭക്ഷ്യമന്ത്രിയെ തീരുകയോ ചെയ്തപ്പോൾ കർത്താവെ നല്ല 2 മക്കളെ കിട്ടിയതുപോലെ കർത്താവെ ഞങ്ങൾക്ക് കിട്ടുന്നത് ആദ്യം യേശുവിനെയാണ്. യേശുവിനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങളുടെ ജീവിതത്തിൽ ജോലിയായാലും ജീവിത പങ്കാളിയായാലും വീടായാലും നാടായാലും എല്ലാം കിട്ടാവുക കർത്താവ്. അതിന് മുമ്പ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അതെല്ലാം എടുത്തു കളഞ്ഞിട്ട് ആദ്യം ഞങ്ങൾക്ക് ഇനി വേണ്ടത് കർത്താവിനെയാണ്. കർത്താവിനെ കിട്ടുന്നവരെ കാത്തിരിക്കാനുള്ള ഒരു വലിയ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ കർത്താവ്. ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാനും ഞങ്ങളുടെ തിരക്കം ഞങ്ങളെ ഒന്ന് കുളിപ്പിച്ച് ഞങ്ങൾ രൂപാന്തരത്തിലേക്ക് നല്ല മനസാന്തരത്തിലേക്ക് കടന്നു വരുവാനോ കർത്താവെ. ഞങ്ങളെ അവിടുന്ന് പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ പരിശുദ്ധ മാതാവ് സമർപ്പിച്ചതുപോലെ കുരിശിനോട് മാതാവ് നിന്ന പോലെ ഞങ്ങളെ തന്നെ ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു തരികയാണ് കർത്താവ്. ഇന്നത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല രൂപാന്തരം വരുത്തുവാൻ കാണണം. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ ദുഷിപ്പിക്കാതെ, ദൈവവചനം ദുഷിപ്പിക്കാതെ ഞങ്ങൾ സമയമാകുമ്പോൾ തന്നെ കർത്താവെ അവിടുന്ന് കർത്താവെ സമയത്തിന് മുമ്പേ കർത്താവ് ചെയ്തുപോലെ കർത്താവ് സമയമാകുന്നത് വരെ ഞങ്ങൾ എവിടെ നിൽക്കണോ അവിടെ സമയത്ത് വരുവാനും സമയത്ത് തിരിച്ചു പോകുവാനുള്ള ഒരു മനോഭാവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ സൃഷ്ടിച്ചു രക്ഷിച്ചു പരിപാലിച്ച ദൈവത്തിന് ഇതുവരെ ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ലെന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ല, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർക്ക്, ഞങ്ങളെ ചികിത്സിച്ച ഡോക്ടർക്ക്, ഇവർക്കൊന്നും ഞങ്ങൾ ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല കർത്താവെ. നന്ദി പറയാത്തവരുടെ ഹൃദയം ഇരുണ്ടു പോകുന്നു, അവർ കർത്താവെ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് മാറിപ്പോകുന്നു ഞങ്ങളെ പഠിപ്പിച്ചു. ശ്വാസോച്ഛ്വാസം പോലെ ശ്രദ്ധിക്കണമെന്ന് കർത്താവെ. ഉറക്കത്തിൽ ഉണ്ടായാലും ഉറങ്ങിയാലും എന്ത് ചെയ്താലും ദൈവത്തിന് ഇഷ്ടമുള്ള ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കണമെന്ന് കർത്താവെ ത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ എന്ത് ചെയ്താലും കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്. എന്റെ കൃപ നിനക്ക് മതിയല്ലോ എന്ന് പൗലോസ്ലീഹായോട് പറഞ്ഞു. എന്റെ കർത്താവെ പൗലോസ്ലീഹായോട് ഒരു മുള്ളു കൊടുത്തതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തിരുന്നാലും അത് കർത്താവിന് ഇഷ്ടമെങ്കിൽ അതെല്ലാം ഇരിക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ് കർത്താവെ. പൗലോസ്ലീഹ പറഞ്ഞു, എന്നെ ഞാൻ എന്നിൽ ജീവിച്ചാൽ ഞാൻ പാപം ചെയ്യും, എന്റെ കർത്താവ് എന്നിൽ ജീവിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും പാപത്തിന്റെ അധികതയിൽ പോയി വീണ്ടും കർത്താവിനെയും ദൈവമക്കളെ ഉപദ്രവിക്കുന്നതായി മാറും. ഞങ്ങൾ അറിയാതെ കർത്താവെ അറിഞ്ഞു അറിയാതെ ഞങ്ങൾ പലപ്പോഴും ദൈവത്തെ ദൈവമക്കളെയും കർത്താവെ പീഡിപ്പിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നോട്ടത്തിലും ഞങ്ങൾ സമ്മതിക്കുന്നു. അത് ഞങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞു വിട്ടില്ല കർത്താവെ, അത് ഞങ്ങളോട് ക്ഷമിക്കണം. അതുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഇന്ന് ഓരോസ്ലീഹായെ പോലെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി പാപം ചെയ്യാതിരിക്കാൻ. ഇനി ഞങ്ങൾ യേശു തന്നെ ജീവിക്കാവും. ഞങ്ങൾ ജീവിച്ചാൽ ഇനി ഞങ്ങൾ പാപം ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ യേശു മാത്രം ജീവിക്കണം കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുന്ന ക്രിസ്തു
മരിക്കുന്ന ലാഭമോ? എന്താണ് കർത്താവിന്റെ സന്നിധി ഞങ്ങളെ അകറ്റുന്നത്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ മരണമോ എന്ത് വന്നാലും യേശുവിനെ വിട്ടുപിരിഞ്ഞ ഒരു ജീവിതം വേണ്ട. ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമായി യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുവാനെ കൊണ്ട് കർത്താവെ പൗലോസ്ലിഹായെ പോലെ ഇതാ ഞങ്ങൾ ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് കർത്താവെ ഇവിടുന്ന് മടങ്ങുമ്പോൾ ശ്വാസോച്ഛ്വാസം പോലെ ശുദ്ധിപ്പാനും ഞങ്ങൾ ഉറങ്ങുമ്പോൾ മാലാഖമാരെ അവിടുന്ന് കാവൽ ചെയ്യുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് നല്ല രൂപാന്തരത്തിലൂടെ പരിശുദ്ധാത്മാവിനും നല്ലൊരു മനസാന്തരത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പൂർണ്ണമായി ഞങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. ഇന്ന് കേട്ട ഓരോ വചനവും ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമായി തീരുവാനോളം കർത്താവെ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം മുറുകെ പിടിച്ച് കർത്താവിന്റെ ഭവനമായി മാറി ഞങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാനോളം ദൈവത്തിനും മനുഷ്യർക്കും വീടിനും നാടിനും പുരോഹിതന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾ അനുഗ്രഹമായി മാറുവാനും ഞങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യം ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതുകൊണ്ട് ആദ്യം ദേവാലയത്തിൽ വരുവാനും കർത്താവിനെ കാണിക്കുവാനും കർത്താവ് പറയുന്ന പുരോഹിതന്മാരെ കാണിക്കുവാനും ദൈവം പറയുന്ന പോലെ തന്നെ അനുസരിക്കുവാനും ദൈവത്തെ മാത്രം നടക്കുവാനും ഞങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, ഈ ലോകത്തിലുള്ള ഒന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ട യേശുവിനെയാണ്. യേശുവിനെ അല്ലാതെ ആരെയും വേണ്ട, ഒന്നിനെയും വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി, തരുന്നത് മധുര കയ്പായിക്കോട്ടെ, അത് മതി. സകലതും ഞങ്ങൾക്ക് കർത്താവെ സുവിശേഷത്തിനായി ഭവിച്ചെന്ന് ആ കർത്താവിന്റെ തിരുവചനം പറയുന്നത് പോലെ തന്നെ ആ വചനപ്രകാരം കർത്താവെ ഞങ്ങൾക്ക് സകലതും കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാനും കർത്താവെ ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ച വചനപ്രകാരം ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കർത്താവിന്റെ കരങ്ങളെടുത്ത് ഞങ്ങൾക്ക് തന്ന സൗഖ്യം, വിടുതല, ഞങ്ങൾക്ക് തന്ന രൂപാന്തരം എല്ലാ കർത്താവെ ഞങ്ങളെ തിരിച്ചു കൊടുക്കുന്ന തിന്മയുടെ ശക്തികളെ എല്ലാം തന്റെ അംശത്തിലൂടെ ഇന്ന് ചവിട്ടി മാറ്റിക്കെട്ടി പകരം കൊടുക്കുന്ന ഭാരം കൊടുത്ത് സമുദ്രത്തിൽ വിട്ട് ഇന്ന് ചെയ്ത എല്ലാ വേലകൾക്കും എന്ന് പറയുന്നു. സർവീസിന്റെ അച്ഛനെ ഞങ്ങളുടെ കരങ്ങൾ തരുന്നു. പ്രഭാതത്തിനെ സമർപ്പിക്കുന്നു, സുപ്രകാരെ സമർപ്പിക്കുന്നു, ഈ സംവേദനവും സമർപ്പിക്കുന്നു, മധ്യസ്ഥകാരെ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ എല്ലാ കർത്താവിന്റെ ഇഷ്ടം നടക്കുവാനും ദൈവഇഷ്ടം മാത്രം നടക്കുവാനും കർത്താവ് സഹായിക്കണമേ. ദൈവഇഷ്ടം അല്ലാത്ത എല്ലാ ജീവിതത്തിലും എടുത്തു കളയണം. തമ്പുരാന്റെ ഹിതവും തമ്പുരാന്റെ ആലോചനയും തമ്പുരാന്റെ പദ്ധതിയും നിറവേറുവാൻ പൂർണ്ണമായി ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹത്തിനായി നന്ദി. മാനമഹത്വം എടുക്കുന്ന യേശുവിനാൽ തന്നെ.